അപ്പോൾ പുതിയൊരു സ്റ്റോറിയുമായിട്ട് ഞാൻ പിന്നെയും വന്നിരിക്കുകയാണ്. നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ കഥയിലേക്ക് കടന്നോട്ടെ. ആദിത്യൻ ചലനമറ്റ് നിന്നുപോയി. മുന്നിൽ നിൽക്കുന്ന മിത്രയെ അവൻ പകപ്പോടെ നോക്കി. മിത്ര, നീ നീ ഇത് എന്തൊക്കെയാ പറയുന്നത്? നിനക്ക് എന്താ പറ്റിയത് മോളെ? കൈനീട്ടി തൊടാനാഞ്ഞ ആദിത്യൻ്റെ കൈകൾ മിത്ര തട്ടിമാറ്റി. ഐ വോണ്ട് ഡിവോഴ്സ്. പറഞ്ഞത് തന്നെ മിത്ര പിന്നെയും ആവർത്തിച്ചു കൊണ്ടിരുന്നു. ആദിത്യൻ ആ കട്ടിലിലേക്ക് തളർന്നിരുന്നു പോയി. നിമിഷങ്ങളോളം അവൻ മരവിച്ചിരുന്നു പോയി. ശരി, തരാം. നീ ചോദിച്ച പോലെ നിനക്ക് ഞാൻ ഡിവോഴ്സ് തരാം. പക്ഷേ 5 വർഷത്തെ ഈ ദാമ്പത്യം നീ ഉപേക്ഷിച്ചു പോകുന്നതിൻ്റെ കാരണം കൂടെ എനിക്കറിയണം. ആദിത്യൻ ചുവന്ന് കലങ്ങിയ മിഴികൾ ഉയർത്തി അവളെ ഒന്ന് നോക്കി. എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാനില്ല ആദിത്യ. എനിക്ക് ഡിവോഴ്സ് വേണം, അത്ര തന്നെ. മിത്ര അവനെ നോക്കാതെ പറഞ്ഞു. തൊട്ടടുത്ത നിമിഷം കാറ്റുപോലെ ആദിത്യൻ അവളുടെ അടുത്തെത്തിയിരുന്നു. ആദിത്യൻ അവളെ ബലമായി തനിക്ക് അഭിമുഖമായി പിടിച്ചു നിർത്തി. അവൻ അങ്ങനെ പിടിച്ചുലച്ചപ്പോൾ മിത്രയുടെ കൈകൾ വേദനിച്ചു. പറയണം, പറഞ്ഞേ പറ്റൂ നീ. എനിക്കതറിയണം. ഈ 5 വർഷം നീ എന്നൊറ്റ ആൾക്ക് ചുറ്റും ഭ്രമണം ചെയ്ത് ജീവിതം ഹോമിച്ചവനാ ഞാൻ. അപ്പോൾ എനിക്കതറിയാനുള്ള എല്ലാ അവകാശവുമുണ്ട്. പറയും മിത്രേ, എന്താ നിനക്കിപ്പോൾ എന്നെ വേണ്ടാതാവാൻ കാരണം? മിത്ര അവൻ്റെ ആ നോട്ടത്തിലും ഭാവത്തിലും ഒന്ന് വിരണ്ടുപോയി. വെട്ടൊന്ന് മുറി 2 എന്നൊരു സ്വഭാവക്കാരനാണ് ആദിത്യൻ പൊതുവെ. പക്ഷേ മിത്രയോട് അവൻ അങ്ങനെയല്ല. കുഞ്ഞുങ്ങളെ പോലെയാണ് അവൻ മിത്രയെ കൊണ്ടു നടക്കുന്നത്. മിത്രയുടെ കുനിഞ്ഞുപോയ മുഖം അവൻ ബലമായി പിടിച്ചുയർത്തി. അവനറിയണമായിരുന്നു മിത്രയുടെ ഈ തീരുമാനത്തിൻ്റെ പിന്നിലുള്ള കാരണം എന്താണെന്ന്. എനിക്ക് ഇനിയോ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല ആദി. അഡ്ജസ്റ്റ്മെൻറ്റ് ലൈഫോ? നീ എന്തൊക്കെയായി പറയുന്നത് മിത്രേ? ആദിത്യൻ്റെ മുറുകിയ സ്വരം ഞൊടിയിടയിൽ ദയനീയമായി. അതെ, എനിക്ക് മടുത്തു ആദി. നിൻ്റെ കൂടെയുള്ള ഈ ബോറൻ ലൈഫ് എനിക്ക് മടുത്തു. മിത്ര പറഞ്ഞു തീർന്നപ്പോഴേക്കും ആദിയുടെ കൈ അവളുടെ ദേഹത്തു നിന്നും അയഞ്ഞു പോയിരുന്നു. അവളെ സന്തോഷിപ്പിക്കാൻ മാത്രം ജീവിച്ചിരിക്കുന്നവന് അതിലും വലിയൊരടി വേറെ കിട്ടാനില്ലായിരുന്നു. ആദിത്യൻ മിത്രയെ തന്നെ ഒന്ന് ഉറ്റുനോക്കി. ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും അവൾ കാര്യമായി തന്നെ ഒന്നും നോക്കുന്നുകൂടെയില്ല. മുഖത്ത് അധികം നോക്കാതെയാണ് ഓരോന്ന് ചോദിക്കുന്നതും പറയുന്നതും പോലും. എന്തോ കള്ളത്തരം ഒളിപ്പിച്ച് പിടിക്കും പോലെ. മിത്രേ, നിനക്ക് മറ്റാരെങ്കിലും ഇഷ്ടമാണോ? ചോദിക്കുമ്പോൾ ആദിത്യൻ്റെ സ്വരം വിറച്ചു. മിത്ര അത് കേട്ട പാടയിൽ ഞെട്ടുന്നത് ആദി ശ്രദ്ധിച്ചു. ആദിയുടെ ചുണ്ടിൻ്റെ കോണിൽ ഒരു പുച്ഛച്ചിരി വിരിഞ്ഞു വന്നു. ഇത്രയും കാലം കഥയറിയാതെ ആട്ടം കാണുകയായിരുന്നു താൻ എന്ന് അവന് തോന്നി. ആരാ ആൾ? ആദി ശാന്തമായി ചോദിച്ചു. സഞ്ജയ്. ഒട്ടും പതറാതെ മിത്ര ഉത്തരവും പറഞ്ഞു. അല്ലെങ്കിലും എന്തിനാണ് ഇനി ആദിത്യനെ പേടിക്കുന്നത്? എന്തിനാണ് അവനോടെല്ലാം മറച്ചു വെക്കുന്നത്? മിത്ര ഓർത്തു. കോളേജ് കാലഘട്ടത്തിൽ ഉള്ളിൽ കയറിയതാണ് ആദിത്യൻ. അവൻ സ്വയം തന്നിൽ നിന്നും ഒരുപാട് ഒഴിഞ്ഞു മാറിയിട്ടും താനാണ് അവനെ ഈ ബന്ധത്തിലേക്ക് വലിച്ചിട്ടത് പോലും. പിന്നീട് അത് വിവാഹത്തിലേക്ക് എത്തുകയും തുടർന്ന് ആ ബന്ധം ഇപ്പോൾ 5 വർഷത്തെ ദാമ്പത്യത്തിൽ എത്തി നിൽക്കുന്നു. എപ്പോഴാണ് തനിക്ക് ആദ്യം മടുത്തു തുടങ്ങിയത്? മിത്ര ചിന്തിച്ചു. അറിയില്ല, എപ്പോഴും മടുത്തു തുടങ്ങി. പക്ഷേ അതിൻ്റെ ആ മടുപ്പിൻ്റെ ആക്കം കൂട്ടിയത് സഞ്ജയ് വന്നതിൽ പിന്നെയാണ്. അവനെ കണ്ടപ്പോൾ മുതലാണ് വിവാഹശേഷം ആദിത്യനിൽ തനിക്ക് തോന്നിയിരുന്ന തൃപ്തികേട് പോലും എന്തായിരുന്നു എന്ന് ദീപ്തിക്ക് മനസ്സിലാവാൻ തുടങ്ങിയത്. സഞ്ജയ് അവളുടെ സങ്കല്പങ്ങളെ അപ്പാടെ ശരിവെക്കുന്ന ഒരുവനാണ്. അവൻ്റെ ലോകം വേറെയാണ്. സഞ്ജയുമായി താരതമ്യം ചെയ്യുമ്പോൾ ആദിത്യൻ ഒരു പഴഞ്ചനാണ്. നീ ഇത്രയും കാലം എന്നെ ചതിക്കുകയായിരുന്നു മിത്രേ. ആദിക്ക് അവളോട് വല്ലാത്ത ദേഷ്യം തോന്നി. ഒരു പക്ഷേ അവളെ കൊല്ലാൻ പോലും തോന്നിപ്പോയി. എങ്ങനെ തോന്നാതിരിക്കും? ഹൃദയം പറിച്ച് സ്നേഹിച്ചതല്ലായിരുന്നു. എന്നിട്ടാണ് അവളിങ്ങനെ തന്നോട്. ഞാൻ നിന്നെ ചതിച്ചിട്ടില്ല ആദി. നിൻ്റെ കൂടെ നിന്ന് നിന്നെ ചതിക്കാൻ എനിക്കൊട്ടും താല്പര്യവുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞത്. ശരി, തന്നേക്കാം. ഇനിയും നിൻ്റെ ജീവിതത്തിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് ശരിയല്ലല്ലോ. ആദിത്യൻ ആത്മനിന്ദയോടെ ഒന്ന് ചിരിച്ചു. പക്ഷേ നമുക്ക് വേണ്ടി ഒരുവൾ അവിടെ സ്വന്തം ജീവിതം തീറെഴുതി തന്ന് നിൽപ്പുണ്ട്. അവളോട് ഞാൻ എന്ത് പറയണം? പറ മിത്ര. ദീപ്തിക്ക് ഞാൻ എന്ത് മറുപടി കൊടുക്കണം? ആദിത്യൻ അണപ്പല്ല് ഞെരിച്ചുകൊണ്ട് ചോദിച്ചു. എനിക്കത് അറിയേണ്ട ആവശ്യമില്ല ആദി. ആ തീരുമാനം നിൻ്റെ മാത്രമായിരുന്നു. മിത്ര ലാഘവത്തോടെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു.
പൊടുന്നനെ ആദി അവളുടെ കയ്യിൽ പിടുത്തമിട്ടു. മിത്രേ, ദീപ്തിയുടെ ഉദരത്തിൽ വളരുന്നത് നമ്മളുടെ കുഞ്ഞാണ്. നമുക്ക് വേണ്ടിയാണ് അവൾ ആ വാടക ഗർഭം ചുമക്കുന്നത്. അത് നീ മറക്കരുത്. മിത്ര അവളുടെ കൈ ആദിയുടെ കൈക്കുള്ളിൽ നിന്നും വലിച്ചു മാറ്റി. ഞാൻ എൻ്റെ ഒരു അണ്ടം ഡൊണേറ്റ് ചെയ്തു എന്ന് കരുതിയാൽ മതി. ബ്ലഡ് ഡൊണേഷൻ ചെയ്യുന്ന പോലെ, അത്രയേ ഉള്ളൂ. മിത്ര ലാഘവത്തോടെ പറയവേ മിത്രയുടെ കയ്യിൽ പിടിച്ചിരുന്ന ആദിത്യൻ്റെ കൈ അയഞ്ഞുപോയി. മിത്ര ഒരിക്കൽ കൂടെ ആദിയെ നോക്കിക്കൊണ്ട് ആ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. ഏറെ നേരം ആദിത്യ അങ്ങനെ തടിച്ച് നിന്നുപോയി. കയ്യിലിരുന്ന ഫോൺ ബെല്ലടിച്ചപ്പോഴാണ് ആദിത്യൻ ചിന്തകളിൽ നിന്നുണർന്നത്. ഡോക്ടർ രമ്യ. ആ പേരിലേക്ക് ആദിത്യൻ്റെ കണ്ണുകൾ നീണ്ടു. അവന് ആദ്യമായി ആ ഫോൺ എടുക്കാൻ ഭയം തോന്നിപ്പോയി. എന്നാലും എടുക്കാതിരിക്കാൻ പറ്റില്ല. ദീപ്തി രമ്യ ഡോക്ടറുടെ കൂടെയാണ്. തന്നെയും മിത്രയെയും വിശ്വസിച്ച് വലിയൊരു സാഹസത്തിന് ഒരുങ്ങിയ ആ പെൺകുട്ടിയെക്കുറിച്ച് ഓർക്കെ ആദിക്ക് വല്ലാത്ത ഹൃദയവേദന തോന്നിപ്പോയി. ഹലോ. അവൻ വിറക്കുന്ന കരങ്ങളോടെ ആ ഫോൺ എടുത്തു. ആദിത്യൻ, നിങ്ങളിതെവിടെയാണ്? മിത്രയെ വിളിച്ച് കിട്ടുന്നില്ലല്ലോ. എന്താ ഡോക്ടർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആദിയുടെ ശബ്ദം വിറച്ചു. താൻ ഓക്കെ അല്ലേ? തൻ്റെ സ്വരം എന്താ വല്ലാതെ? ഡോക്ടർ ഒരു മറുചോദ്യം ചോദിച്ചു. എനിക്ക് കുഴപ്പമൊന്നുമില്ല ഡോക്ടർ. ആ, ഓക്കെ. ഞാൻ വിളിച്ചത് ദീപ്തിക്ക് പെയിൻ തുടങ്ങിയെന്ന് പറയാനായിരുന്നു. ഡെലിവറി ഉടനെ ഉണ്ടാവും. രമ്യ പറഞ്ഞു നിർത്തിയപ്പോൾ ദീപ്തിയുടെ നിഷ്കളങ്കമായ മുഖം ഓർത്തപ്പോൾ എന്തോ ആദിയുടെ നെഞ്ച് മിടിച്ചുപോയി. ഹലോ, താൻ എന്തോന്നും മിണ്ടാത്തേ? ഒന്നുമില്ല ഡോക്ടർ, ഞാൻ ഇപ്പോൾ തന്നെ വരാം. താൻ മാത്രമല്ല, മിത്രയും വരണം. കുഞ്ഞിനെ ഏറ്റുവാങ്ങാൻ അച്ഛനും അമ്മയും ഒപ്പം ഉണ്ടാവുന്നതല്ലേ നല്ലത്. ഏറെ നാളത്തെ കാത്തിരിപ്പല്ലേടോ, രമ്യ ചിരിയോടെ പറഞ്ഞു. അപ്പോഴേക്കും ആദിത്യൻ ഫോൺ കട്ട് ചെയ്തിരുന്നു. അവൻ ആ ചുമരിലേക്ക് ചാടി നിന്ന് കിതച്ചുപോയി. ശ്വാസം കിട്ടാത്തവനെ പോലെ പിടഞ്ഞുപോയി. ഒറ്റ ദിവസം കൊണ്ട് തൻ്റെ ജീവിതം ഇങ്ങനെ തകിടം മറിഞ്ഞു പോയല്ലോ എന്നവൻ സങ്കടപ്പെട്ടു. ആ ആശുപത്രി വരാന്തയിലൂടെ നടക്കുമ്പോൾ ആദിത്യൻ്റെ പാദങ്ങൾ ഇടറുന്നുണ്ടായിരുന്നു. മിത്ര ഉപേക്ഷിച്ചു പോയ 5 വർഷത്തെ ദാമ്പത്യത്തിൻ്റെ ഭാരവും വരാനിരിക്കുന്ന പുതിയ ജീവനെക്കുറിച്ചുള്ള ആശങ്കയും അവനെ ഒരുപോലെ ശ്വാസം മുട്ടിച്ചു. ലേബർ റൂമിന് മുന്നിലെത്തിയപ്പോഴേക്കും ഡോക്ടർ രമ്യ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. ആദിത്യൻ്റെ തളർന്ന രൂപം കണ്ട് ഡോക്ടർ ഒന്ന് അമ്പരന്നെങ്കിലും മുഖത്ത് ഒരു പുഞ്ചിരി വരുത്തി അവർ അടുത്തു വന്നു. ആദിത്യൻ, ദീപ്തി പ്രസവിച്ചു. പെൺകുഞ്ഞാണ്. ഡോക്ടർ രമ്യ തെളിഞ്ഞ മുഖത്തോടെ പറഞ്ഞു. പക്ഷെ ആദിത്യന് ചിരിക്കാൻ കഴിഞ്ഞില്ല. ഒന്നും അറിയാത്ത ഒരു കുഞ്ഞിനെ കൂടെ ഈ സംഘർഷാവസ്ഥയിലേക്ക് വലിച്ചിട്ടു എന്നൊരു കുറ്റബോധമായിരുന്നു ആദിൽ അന്നേരം. മിത്ര എവിടെ? വന്നില്ലേ? രമ്യ ആദിത്യൻ്റെ പുറകിലേക്കൊന്ന് നോക്കി. ആ ചോദ്യത്തിന് മുന്നിൽ മറുപടിയില്ലാതെ ആദിത്യൻ തലതാഴ്ത്തി നിന്നു. അവൻ്റെ മൗനം എന്തോ വലിയ ആപത്തിൻ്റെ സൂചനയാണെന്ന് എന്തുകൊണ്ടോ ഡോക്ടർക്ക് തോന്നി. എന്തായാലും ആദിത്യൻ വരൂ, കുഞ്ഞിനെ കാണണ്ടേ? രമ്യ അത്രയും പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടക്കവേ ആദ്യം അവർക്കൊപ്പം യാന്ത്രികമായി തന്നെ നടന്നു. മൃദുലമായ തുണിയിൽ പൊതിഞ്ഞ ആ കുഞ്ഞു മാലാഖയെ കൈനീട്ടി വാങ്ങുമ്പോൾ ആദിയുടെ കരങ്ങൾ വിറക്കുന്നുണ്ടായിരുന്നു. തൊട്ടടുത്ത നിമിഷം ആദിയുടെ കണ്ണുകൾ ആ കട്ടിലിൽ ഇരിക്കുന്നവൾക്ക് നേരെയും നീണ്ടു. ദീപ്തിയും അവനെ തന്നെ കണ്ണെടുക്കാതെ നോക്കി. അവളുടെ മുഖത്ത് ക്ഷീണം നിഴലിച്ചിരുന്നു. ഒപ്പം എന്തോ ഒരു ഭാരം ഇറക്കി വെച്ച പോലുള്ള ഒരാശ്വാസവും. 1.5 വർഷം മുമ്പേ വീട്ടുജോലിക്ക് വന്ന ഒരു പെൺകുട്ടി, അതായിരുന്നു ദീപ്തി. സാധാരണ ആര് വീട്ടുജോലിക്ക് വന്നാലും വന്നതിൻ്റെ 3-ാം പക്കം മിത്രയും ജോലിക്കാരും കൂടെ അടി തുടങ്ങും. ഒരിത്തിരി OCD ഉള്ളതുകൊണ്ട് മിത്രയുടെ ശീലങ്ങൾ സഹിച്ചു പോവാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. പക്ഷേ ദീപ്തി വന്നതോടെ മിത്രയുടെ പകുതി പ്രശ്നം പരിഹരിക്കപ്പെട്ട പോലെയായി. സാധാരണ വീട്ടുജോലിക്കാരോട് കാണിക്കാത്തൊരടുപ്പം അവളോട് മിത്ര കാണിച്ചു തുടങ്ങി. ചില ദിവസം മിത്ര ഷൂട്ടിങ്ങിന് പോകുമ്പോൾ ഒപ്പം ദീപ്തിയെയും സഹായത്തിന് കൊണ്ടുപോകാൻ തുടങ്ങി. ആ ഇടക്കാണ് ഒരു കുഞ്ഞിന് വേണ്ടി രമ്യ ഡോക്ടറെ കാണാൻ പോയപ്പോൾ മിത്രയ്ക്ക് ഗർഭധാരണത്തിന് അല്പം പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാവുന്നത്. മിത്രയുടെ കുടുംബ സുഹൃത്തും കൂടെയായ രമ്യ ഡോക്ടർ തന്നെയാണ് സറോഗസി എന്നൊരു കാര്യം മുന്നോട്ട് വെച്ചതും. ഏറ്റവും ആവേശം മിത്രയ്ക്ക് തന്നെയായിരുന്നു. പക്ഷെ ആദിത്യന് വലിയ താല്പര്യമില്ലായിരുന്നു. മറ്റൊരു സ്ത്രീയുടെ ഉദരത്തിൽ തൻ്റെ ജീവൻ തുടിക്കുന്നത് അവന് ചിന്തിക്കാൻ കൂടെ വയ്യായിരുന്നു. പക്ഷെ മിത്രയുടെ പിടിവാശിക്കും മുന്നിൽ ആദിത്യനും എപ്പോഴോ തോറ്റുകൊടുക്കേണ്ടി വന്നു. സാർ, ദീപ്തി ക്ഷീണിച്ച സ്വരത്തിൽ വിളിച്ചു. മിത്ര ചേച്ചി എവിടെ? കുഞ്ഞിനെ കാണാൻ ചേച്ചി എന്നാണല്ലോ പറഞ്ഞിരുന്നത്? ദീപ്തി ക്ഷീണിച്ച സ്വരത്തിൽ ചോദിച്ചു. ആദിത്യൻ ഒന്നും മിണ്ടാതെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ വേഗത്തിൽ ദീപ്തിക്കരികിലേക്ക് കിടത്തി. അവൻ്റെ ആ പ്രവൃത്തിയിൽ ദീപ്തിയുടെ മുഖം ചുളിഞ്ഞു. ഈ 10 മാസ കാലയളവിൽ അത്രയും സ്നേഹത്തോടെയാണ് ആദിത്യൻ തനിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തന്നിരുന്നത്.
കുഞ്ഞിൻ്റെ അനക്കവും മറ്റും ഇടതടവില്ലാതെ ചോദിച്ചറിയുമായിരുന്നു. അങ്ങനെയുള്ള മനുഷ്യനാണ് കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ ഒന്ന് ചുംബിക്കുക കൂടെ ചെയ്യാതെ തിരികെ തനിക്കരികിലേക്ക് തന്നെ കിടത്തിയത്. മിത്ര ഇനി വരില്ല ദീപ്തി, അവൾക്ക് ഈ കുഞ്ഞിനെ വേണ്ടെന്ന്. ആദിത്യൻ്റെ സ്വരം ഏതോ ഗുഹക്കുള്ളിൽ നിന്നെന്ന പോലെ ദീപ്തിയുടെ ചെവിയിൽ വന്ന് പതിച്ചു. ആ ശബ്ദത്തിലെ തണുപ്പ് ദീപ്തിയെ ഭയപ്പെടുത്തി. എന്താ സാർ ഈ പറയുന്നത്? ദീപ്തിക്ക് ആകെ വെപ്രാളമായി. ദീപ്തിക്ക് മാത്രമല്ല, എനിക്കും ഇനി ഈ കുഞ്ഞിനെ വേണ്ട സാർ. ദീപ്തി തുന്നിച്ചേർത്ത് അവളുടെ വയർ വേദനിച്ചു പോയി. അമ്മ. ദീപ്തി സ്റ്റിച്ച് വലിഞ്ഞപ്പോൾ വയറിൽ കൈത്താങ്ങി തിരികെ ആ കട്ടിലിലേക്ക് തന്നെ ഇരുന്നു. ഇത് നിങ്ങളുടെ കുഞ്ഞല്ലേ? 5 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം കിട്ടിയതല്ലേ? എൻ്റെ ജീവൻ വരെ പണയം വെച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു വരുമ്പോൾ ദീപ്തിയുടെ സ്വരം വിറച്ചു. ആദിത്യൻ അവളെ തന്നെ നോക്കി നിന്നു. ഏറെ നേരത്തെ കടുത്ത മൗനം. 5 വർഷത്തെ എൻ്റെ ജീവിതം വെറുമൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആയിരുന്നു എന്ന് പറഞ്ഞ് അവൾ പോയി ദീപ്തി. കൂടെ ഈ കുഞ്ഞിനെയും അവൾ വേണ്ടെന്ന് വെച്ചു. എൻ്റെ ജീവിതം നശിപ്പിച്ചവളുടെ ഒരംശവും എനിക്കും ഇനി വേണ്ട. ആദിത്യൻ പതിയെ പറഞ്ഞു. സാർ, എനിക്കിതൊന്നും താങ്ങാനുള്ള കരുത്തില്ല. എന്നെ ഇങ്ങനെ ടെൻഷനാക്കാതെ സാർ. ഈ കുഞ്ഞിനെ ഏറ്റെടുക്കണം. എൻ്റെ വീട്ടിലെ അവസ്ഥ അറിയാലോ. ഈ കുഞ്ഞിനെയും കൊണ്ട് എനിക്ക് അങ്ങോട്ട് തിരികെ ചെല്ലാൻ പറ്റില്ല. ഇപ്പോൾ തന്നെ എന്തൊക്കെ നുണ പറഞ്ഞിട്ടാ ഞാൻ ഒന്ന് പിടിച്ചു നിന്നത്. ദീപ്തി മുഖം പൊത്തി കരഞ്ഞുപോയി. പക്ഷെ ആ കരച്ചിൽ കണ്ടിട്ടും ആദിയുടെ ഉള്ളിൽ അലിഞ്ഞില്ല. ആദ്യം നേരം സ്വാർത്ഥനായിരുന്നു. സ്വന്തം കാര്യം മാത്രമേ, സ്വന്തം സങ്കടങ്ങൾ മാത്രമേ അന്നേരം അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നുള്ളൂ. അന്നേരം അവന് ദീപ്തി ഒരു വിഷയമല്ലായിരുന്നു. എനിക്ക് പറ്റില്ല, എനിക്കിതിനെ തൊടാൻ പോലും കഴിയില്ല. നീ ഇതിനെ എന്ത് വേണമെങ്കിലും ചെയ്തോ ദീപ്തി. നിനക്ക് ആവശ്യമുള്ള അത്ര പണം ഞാൻ തരാം, ആദിത്യൻ പതിയെ പറഞ്ഞു. സാർ, ഇത് നിങ്ങൾ എന്ത് ക്രൂരതയാണ് പറയുന്നത്? ഞാനിത് ആർക്ക് വേണ്ടി സഹിച്ചു? ചേച്ചിക്കും നിങ്ങൾക്കും വേണ്ടിയല്ലേ? പ്രസവിച്ച ഉടനെ ഈ കുഞ്ഞിനെ ഞാൻ എങ്ങോട്ട് കൊണ്ടുപോകും? ദീപ്തി കരഞ്ഞുകൊണ്ട് ചോദിച്ചു. അതൊന്നും എനിക്കറിയണ്ട. നീ ഇതിനെ എവിടെയെങ്കിലും ഉപേക്ഷിക്കുകയോ വളർത്തുകയോ ചെയ്തോ. എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ ജീവിതമാണ്. അതിനിടയിലേക്ക് ഈ ബാധ്യത കൂടെ ഏറ്റെടുക്കാൻ എനിക്കാവില്ല. ആദിത്യൻ ദീപ്തിയുടെ മുഖത്തേക്ക് നോക്കാതെ ആ മുറിയിൽ നിന്നും പുറത്തേക്ക് നടന്നു. പിന്നിൽ ആ കുഞ്ഞിൻ്റെ കരച്ചിലും ദീപ്തിയുടെ വിളികളും ഉയർന്നു കേൾക്കാമായിരുന്നു. പക്ഷെ ആദിത്യൻ തിരിഞ്ഞു നോക്കിയില്ല. അവൻ്റെ ഉള്ളിൽ മിത്രയോടുള്ള ദേഷ്യം ഒരു വലിയ മതിലായി വളർന്നിരുന്നു. ആ മതിലിനപ്പുറത്തേക്ക് ആ കുഞ്ഞിൻ്റെ കരച്ചിലോ ദീപ്തിയുടെ ദയനീയതയോ എത്തുന്നുണ്ടായിരുന്നില്ല. തൻ്റെ കാറിലേക്ക് കയറി ആദിത്യൻ ആക്സിലറേറ്ററിൽ അമർത്തി ചവിട്ടി. അവൻ എങ്ങോട്ടെന്നില്ലാതെ ദൂരേക്ക് പോകണമായിരുന്നു. തൻ്റെ കാട് കയറുന്ന ചിന്തകളിൽ നിന്നും ഓടി ഒളിക്കാൻ അവൻ ആഗ്രഹിച്ചു. കാറിൻ്റെ വേഗത കൂടുന്നത് ആദിത്യൻ അറിഞ്ഞില്ല. കണ്ണുകളിൽ മിത്രയുടെയും പരിഹാസം നിറഞ്ഞ മുഖവും കാതുകളിൽ ദീപ്തിയുടെയും ആ പിഞ്ചു കുഞ്ഞിൻ്റെയും കരച്ചിലും ഒരുപോലെ അലയടിച്ചു. റോഡിലെ വളവുകൾ അവൻ കണ്ടില്ല. എതിരെ വരുന്ന വാഹനങ്ങളുടെ ഹോൺ മുഴക്കം അവൻ കേട്ടില്ല. ഒരു നിമിഷത്തെ അശ്രദ്ധ. എതിരെ വന്ന ലോറിയുടെ ഹെഡ്ലൈറ്റ് വെളിച്ചം കണ്ണുകളിൽ തുളച്ചു കയറിയതും ആദിത്യൻ ആഞ്ഞു ബ്രേക്ക് ചവിട്ടി. ടയറുകൾ റോഡിൽ ഉരസി വലിയ ശബ്ദമുണ്ടാക്കി. നിയന്ത്രണം വിട്ട കാർ റോഡരികിലെ വലിയൊരു മരത്തിലേക്ക് ഇടിച്ചു കയറി നിന്നു. പിന്നീട് വലിയൊരു നിശബ്ദതയായിരുന്നു. ആ നിശബ്ദതക്കപ്പുറം ആരൊക്കെയോ അവിടെ ഓടിക്കൂടിയവരിൽ കുറച്ചു പേരെങ്കിലും ആ മരണത്തോട് മല്ലിട്ട് കിടക്കുന്ന മനുഷ്യൻ പ്രശസ്ത സിനിമാ നടിയായ മിത്രവിന്ദയുടെ ഭർത്താവാണെന്ന് തിരിച്ചറിഞ്ഞു. ദിവസങ്ങൾക്ക് ശേഷം ആദിത്യൻ കണ്ണു തുറന്നപ്പോൾ വെളുത്ത ചുവരുകളും മരുന്നിൻ്റെ ഗന്ധവും അവനെ വരവേറ്റു. തലയിലെ കനത്ത വേദന കാരണം അവനൊന്ന് പുളഞ്ഞു. ബോധം തെളിഞ്ഞപ്പോൾ ആദ്യം ഓടിയെത്തിയത് മിത്രയുടെ മുഖമായിരുന്നു. മിത്ര, അവൻ അവ്യക്തമായി വിളിച്ചു. പക്ഷെ അവൻ്റെ വിരലുകളിൽ മുറുകെ പിടിച്ചിരുന്നത് അർജുനായിരുന്നു. ഉറ്റ സുഹൃത്തായ ആദിയുടെ ആ അവസ്ഥയിൽ അർജുൻ്റെ കണ്ണുകൾ ഒന്ന് നിറഞ്ഞു. 5 വർഷങ്ങൾക്ക് ശേഷം ജനാലയുടെ അരിച്ചിറങ്ങുന്ന പ്രകാശത്തിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു ആദിത്യൻ. പക്ഷെ ആദിത്യൻ്റെ ലോകം ആ 4 ചുവരുകൾക്കുള്ളിലെ ആ കട്ടിലിൽ ഒതുങ്ങിപ്പോയിരുന്നു. കണ്ണുകൾ ഇമവെട്ടാൻ മാത്രമേ അവന് സാധിച്ചിരുന്നുള്ളൂ. കഴുത്തിന് താഴോട്ട് ഒരു മരവിപ്പാണ്. കഴിഞ്ഞ 5 വർഷമായി ശരീരം ഒരു ശവത്തെ പോലെ തളർന്നു കിടക്കുകയാണ്. അന്ന് തകർന്നു പോയത് ആദിയുടെ ഓരോ ഞരമ്പുകളുമായിരുന്നു. ആദിത്യൻ അങ്ങനെ എന്തൊക്കെയോ ആലോചനകളിൽ ഇരിക്കവെയാണ് ആ മുറിയിലേക്ക് ഒരാൾ കടന്നു വന്നത്. മാധവൻ. കുറച്ചു കാലങ്ങളായിട്ട് ആദിയുടെ പ്രധാന സഹായി മാധവനാണ്.
ആശ്രമത്തിലെ രോഗികൾക്ക് ഉഴിച്ചിലും കിഴികെട്ടി കൊടുക്കുന്നതുമെല്ലാം മാധവനാണ്. കുറച്ചു കാലങ്ങളായി ആദ്യ ആശ്രമത്തിലാണ്. എല്ലാ ചികിത്സയും ചെയ്ത് ഫലം കിട്ടാതെ വന്നപ്പോൾ അർജുൻ പറഞ്ഞു കൊടുത്തതാണ് ഇവിടെ. അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്കുള്ള ആദിത്യൻ്റെ മാറ്റം പതുക്കെയായിരുന്നു. മരുന്നുകളേക്കാൾ ഉപരി ആ ആശ്രമത്തിലെ ശാന്തതയും ഗുരുജിയുടെ മർമ്മ ചികിത്സയുമാണ് അവൻ്റെ ഉള്ളിലെ ജീവനെ ഉണർത്തിയത്. മുറിയിലേക്ക് കടന്നു വന്ന മാധവൻ്റെ കയ്യിൽ ഔഷധ എണ്ണയുടെ ഒരു പാത്രമുണ്ട്. ആദിത്യൻ്റെ തളർന്ന കൈകാലുകളിൽ ആ എണ്ണ തേച്ചു പിടിപ്പിക്കുമ്പോൾ മാധവൻ പതിയെ സംസാരിച്ചു തുടങ്ങി. ഇന്ന് ഗുരുജി നേരിട്ട് വരും. ശരീരം നല്ല മാറ്റങ്ങൾ കാണിച്ചു തുടങ്ങിയെന്ന് കഴിഞ്ഞ വരവേ ഗുരുജി പറഞ്ഞിരുന്നു. മാധവൻ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. ആദിത്യൻ ഒരു പുച്ഛച്ചിരിയോടെ ജനാലയ്ക്ക് പുറത്തേക്ക് നോക്കിയിരുന്നു. എഴുന്നേൽക്കാനോ? 5 വർഷമായി ഒരു ശവത്തെ പോലെ കിടക്കുന്ന ഞാൻ എങ്ങനെ എഴുന്നേൽക്കാനാണ് മാധവൻ? ഇതൊക്കെ വെറുതെയാ. എൻ്റെ ജീവിതം ആ ആക്സിഡൻറ്റിൽ അവസാനിച്ചതാണ്. ഇനിയും എന്നിൽ ഇങ്ങനെ അനാവശ്യമായി പ്രതീക്ഷ നടക്കരുത്. ആദിത്യൻ്റെ വാക്കുകളിൽ വല്ലാത്തൊരു നിരാശയും ആത്മവിശ്വാസമില്ലായ്മയും നിഴലിച്ചു നിന്നു. ശരീരത്തിൻ്റെ തളർച്ചയേക്കാൾ ആദിത്യനെ ഭരിച്ചിരുന്നത് മനസ്സിൻ്റെ തളർച്ചയായിരുന്നു. അപ്പോഴാണ് ഗുരുജി മുറിയിലേക്ക് വന്നത്. പതിഞ്ഞ ചുവടുകളോടെ ഭൂമിയെ ഒട്ടും വേദനിപ്പിക്കാതെയാണ് അദ്ദേഹം നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ ഒരു പ്രത്യേക തേജസ് ഉണ്ടായിരുന്നു. ഗുരുജിയെ കണ്ട പാടെ മാധവൻ ഒരു സ്റ്റൂൾ ആദിക്ക് അരികിലേക്ക് പിടിച്ചിട്ടു. ആദിത്യൻ്റെ അരികിൽ വന്നിരുന്ന് അദ്ദേഹം അവൻ്റെ കൈപ്പത്തിയിൽ വിരലമർത്തി. ആദിത്യൻ, ശരീരം എന്നത് വെറുമൊരു ഉപകരണമാണ്. അതിനെ ചലിപ്പിക്കുന്നത് ഉള്ളിലെ ഇച്ഛാശക്തിയാണ്. നിനക്ക് എഴുന്നേൽക്കണമെന്നുണ്ടോ? അദ്ദേഹം ശാന്തമായി ചോദിച്ചു. എനിക്ക് അറിയില്ല ഗുരുജി, ആദിത്യൻ വിതുമ്പി. ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തവനാണ്. പവിത്രമായൊരു ബന്ധത്തെ ചവിട്ടി മെതിച്ചവനാണ്. എന്നെ വിശ്വസിച്ചവരെ തെരുവിലേക്ക് എറിഞ്ഞവൻ. എനിക്ക് എന്തിനാണ് ഈ ജീവിതം തിരിച്ചു കിട്ടുന്നത്? എൻ്റെ ജീവിതത്തിൽ ആരുമില്ല. എൻ്റെ മകൾ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. ആദിത്യൻ കരഞ്ഞുപോയി. അതറിയാൻ വേണ്ടിയെങ്കിലും നീ ആത്മവിശ്വാസം വീണ്ടെടുക്കുക ആദിത്യ, ഗുരുജി ശാന്തമായി പറഞ്ഞു. ഗുരുജി അവൻ്റെ നട്ടെല്ലിൻ്റെ താഴെ ഒരു മർമ്മത്തിൽ ശക്തിയായി ഒന്ന് വിരലമർത്തി. ആ നിമിഷം 5 വർഷമായി മരവിച്ച് കിടന്ന തൻ്റെ ശരീരത്തിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞു പോകുന്നത് ആദിത്യൻ അറിഞ്ഞു. അവൻ്റെ കാൽവിരലുകൾ അറിയാതെ ഒന്നനങ്ങി. ആദിത്യ, നീ ഇത് കണ്ടോ? നിന്റെ ശരീരം പ്രതികരിക്കുന്നു, മാധവൻ ആവേശത്തോടെ വിളിച്ചു പറഞ്ഞു. ആദിത്യൻ അമ്പരപ്പോടെ തൻ്റെ കാലുകളിലേക്ക് നോക്കി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. ഗുരുജി, എനിക്ക് പറ്റുമോ? എനിക്ക് അവരെ ഒന്ന് കണ്ടെത്താൻ സാധിക്കുമോ? ശ്രമിച്ചാൽ തീർച്ചയായും സാധിക്കും. പക്ഷേ ആദ്യം നീ നിന്നെ തന്നെ വിശ്വസിപ്പിക്കണം. ഗുരുജി പതിയെ പുഞ്ചിരിച്ചു. ആദിത്യൻ്റെ ഉള്ളിൽ 5 വർഷത്തിനു ശേഷം ആദ്യമായി ഒരു പ്രതീക്ഷയുടെ കിരണം ഉദിച്ചു. ശരീരം ഇനിയും വഴങ്ങാൻ സമയമെടുക്കും. എങ്കിലും താൻ ഉപേക്ഷിച്ച ദീപ്തിയെയും മകളെയും കണ്ടെത്തണമെന്ന ഏക ലക്ഷ്യം അവൻ്റെ മനസ്സിനെ ബലപ്പെടുത്തി തുടങ്ങി. എങ്കിലും തന്നെ കണ്ടാൽ അവർ എങ്ങനെ പ്രതികരിക്കും എന്ന പേടി അവനെ ഉള്ളിൽ വേട്ടയാടിക്കൊണ്ടിരുന്നു. ആദിത്യൻ്റെ ഉള്ളിൽ മരവിച്ചു പോയ ആത്മവിശ്വാസം പതുക്കെ തളർത്തു തുടങ്ങി. ഓരോ ദിവസവും വേദന കടിച്ചമർത്തി അവൻ പരിശ്രമം തുടർന്നു. വീഴുമ്പോഴൊക്കെയും അവന് താങ്ങായി നിന്നത് തൻ്റെ മകളെ കണ്ടെത്തണം എന്ന ലക്ഷ്യം മാത്രമായിരുന്നു. 5 വർഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം ആദ്യമായി ആദിത്യൻ പരസഹായമില്ലാതെ തറയിൽ കാൽ തൊട്ടു. വിറക്കുന്ന കാലുകൾക്ക് അവൻ്റെ ശരീരഭാരം താങ്ങാൻ കഴിയില്ല. മാധവൻ അവനെ താങ്ങാൻ ആഞ്ഞെങ്കിലും ഗുരുജി കൈ ഉയർത്തി തടഞ്ഞു. വിട്ടേക്ക്, വീഴട്ടെ. ആ വീഴ്ചയിൽ നിന്നും സ്വയം അവൻ എഴുന്നേൽക്കട്ടെ. 8 മാസങ്ങൾക്ക് ശേഷം ആ ആശ്രമത്തിൻ്റെ പടിയിറങ്ങുമ്പോൾ ആദിത്യൻ്റെ കയ്യിൽ ഒരു ഊന്നുവടി ഉണ്ടായിരുന്നു. നടത്തത്തിൽ ചെറിയൊരു മുടന്തുണ്ടെങ്കിലും അവൻ്റെ കണ്ണുകളിൽ പഴയ ലക്ഷ്യബോധം തിരിച്ചു വന്നു. ഗുരുജി, ഞാൻ അവരെ എങ്ങനെ കണ്ടെത്തും? ഈ ലോകം ഇത്ര വലുതല്ലേ? അവരെവിടെയുണ്ടെന്ന് പോലും എനിക്കറിയില്ല. ആദിത്യൻ ആത്മവിശ്വാസമില്ലാതെ ചോദിച്ചു. നിന്റെ ഉള്ളിലെ ആവശ്യം ശക്തമാണെങ്കിൽ നിന്റെ വഴി നിനക്ക് മുന്നിൽ താനേ തെളിയും ആദിത്യ. പോയി വരിക. അദ്ദേഹം ആദിക്ക് ആത്മവിശ്വാസം കൊടുത്തു. ആദിത്യൻ ആദ്യം പോയത് തൻ്റെ പഴയ ഫ്ലാറ്റിലേക്കായിരുന്നു. ആ ഫ്ലാറ്റിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ആദിക്ക് ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു. മിത്രയെക്കുറിച്ചുള്ള ഓർമ്മകളാണ് ആ ഫ്ലാറ്റിൽ ഒന്നാകെ. താൻ തളർന്നു കിടന്ന 5 വർഷത്തിൽ ഒരിക്കൽ പോലും തന്നെ തിരഞ്ഞ് മിത്ര വന്നിരുന്നില്ല എന്ന സത്യം ആദിത്യനെ വേദനിപ്പിച്ചു. ഇനി തൻ്റെ ജീവിതത്തിലെ ഏക പ്രതീക്ഷ തൻ്റെ മകളാണെന്ന് ആദിത്യൻ ഓർത്തു. പിറ്റേന്ന് തന്നെ ആദിത്യൻ രമ്യ ഡോക്ടറെ കാണാൻ ഇറങ്ങി.
ആദിത്യൻ പ്രതീക്ഷയോടെ ഡോക്ടറെ നോക്കിയെങ്കിലും ഡോക്ടർ രമ്യയുടെ മുഖത്ത് കണ്ടത് സഹതാപമായിരുന്നില്ല, മറിച്ച് കടുത്ത അമർഷമായിരുന്നു. അവർ കയ്യിലിരുന്ന ഫയൽ മേശപ്പുറത്തേക്ക് ആഞ്ഞടിച്ചു. എന്ത് ധൈര്യത്തിലാണ് ആദിത്യൻ നിങ്ങൾ ഇവിടെ വന്ന് അവളുടെ അഡ്രസ്സ് ചോദിക്കുന്നത്? ഡോക്ടറുടെ ശബ്ദം ആ മുറിയിൽ മുഴങ്ങി. ഡോക്ടർ, ഞാൻ സംസാരിക്കരുത്. അന്ന് ലേബർ റൂമിന് മുന്നിൽ ഒരു പെൺകുട്ടി കണ്ണുനീരൊലിപ്പിച്ച് നിന്നപ്പോൾ നിങ്ങൾ അവളോട് പറഞ്ഞത് ഓർമ്മയുണ്ടോ? നിനക്കിഷ്ടമുള്ളിടത്ത് ഇതിനെ കൊണ്ടുപോയി ഉപേക്ഷിച്ചോ എന്ന്. മൃഗങ്ങൾ പോലും സ്വന്തം കുഞ്ഞിനോട് അങ്ങനെ ചെയ്യില്ല ആദിത്യൻ. രമ്യ ഡോക്ടറുടെ വാക്കുകളിൽ ആദിത്യൻ തലകുനിച്ച് നിന്നുപോയി. അവൻ്റെ കൈകൾ വിറച്ചു. ഞാൻ അന്ന് ഒരു എടുത്തുചാട്ടത്തിന് പറഞ്ഞു പോയി ഡോക്ടർ. ഒരു പക്ഷേ എനിക്ക് ആ ആക്സിഡൻറ്റ് സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ അന്ന് തന്നെ ഞാൻ തിരികെ വന്നേനെ, എൻ്റെ കുഞ്ഞിനെ ഏറ്റെടുത്തേനെ. ഡോക്ടർ, മിത്ര എന്നെ ചതിച്ചപ്പോൾ ഞാൻ ആകെ തകർന്നു പോയതായിരുന്നു. മിത്ര ചതിച്ചതിന് ആ പാവം പെൺകുട്ടിയും ആ കുഞ്ഞും എന്ത് പിഴച്ചു? രമ്യ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് വന്നു. ശരീരം തളർന്നു കിടന്ന 5 വർഷം നിങ്ങളുടെ കർമ്മഫലമാണെന്ന് കൂട്ടിയാൽ മതി ആദിത്യ. പക്ഷേ ആ പെൺകുട്ടി അനുഭവിച്ച നരകം അതോർക്കുമ്പോൾ എനിക്കിപ്പോഴും ദേഷ്യം വരും. ഓപ്പറേഷൻ കഴിഞ്ഞ് 3-ാം ദിവസം ഒരടി നടക്കാൻ വയ്യാത്ത അവസ്ഥയിൽ ആ കുഞ്ഞിനെയും നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവൾ ഈ ഹോസ്പിറ്റലിൻ്റെ പടിയിറങ്ങി. എങ്ങോട്ടാണെന്നോ എന്താണെന്നോ അറിയാതെ. മിത്രയെ ഞാൻ ഈ കാര്യം പറഞ്ഞ് ഒരുപാട് വിളിച്ചിരുന്നു. പക്ഷെ അവളും ആ പെൺകുട്ടിയെ കൈയൊഴിഞ്ഞു. രമ്യയുടെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നു. നിങ്ങളെപ്പോലൊരു സ്വാർത്ഥന് വേണ്ടി സ്വന്തം ഗർഭപാത്രം വാടകയ്ക്ക് നൽകിയവളാണ് ദീപ്തി. എന്നിട്ട് അവസാനം ഒരു തെരുവ് നായയെ പോലെ നിങ്ങൾ അവളെ ആട്ടിയകറ്റി. എന്നിട്ടിപ്പോൾ 5 വർഷം കഴിഞ്ഞ് സ്നേഹം കവിഞ്ഞൊഴുകി വന്നിരിക്കുന്നു. എന്തിനാ? ആ കുട്ടിയെ കൂടെ ഇല്ലാതാക്കാനോ? അല്ല ഡോക്ടർ, എനിക്ക് പ്രായശ്ചിത്തം ചെയ്യണം. എൻ്റെ കുഞ്ഞിനെ കാണണം. ദയവ് ചെയ്ത് ദീപ്തിയെ പറ്റി എന്തെങ്കിലും അറിയുമെങ്കിൽ പറയൂ ഡോക്ടർ. നോ, എന്നോട് ഇതൊന്നും പറയണ്ട. എനിക്ക് അവളുടെ അഡ്രസ്സ് അറിയില്ല. അറിഞ്ഞാലും ഞാൻ തരില്ല. കാരണം അവൾ ഇനിയെങ്കിലും സമാധാനമായി ജീവിക്കട്ടെ. അവളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ നിഴൽ പോലും കടന്നു ചെല്ലരുത് എന്നാണ് എൻ്റെ പ്രാർത്ഥന. രമ്യ ഡോക്ടർ വാതിലിന് നേരെ വിരൽ ചൂണ്ടി. ആദിത്യൻ പതുക്കെ തലയും താഴ്ത്തി പുറത്തേക്ക് നടന്നു. ഓരോ ചുവടിലും ഡോക്ടറുടെ വാക്കുകൾ അവൻ്റെ നെഞ്ചിൽ ആണിയടിക്കുന്നത് പോലെ തറച്ചു കയറി. ആശുപത്രിക്ക് പുറത്തിറങ്ങിയ അവൻ കണ്ണുകൾ ഇറുക്കി അടച്ചു. കണ്ണുനീർ കാഴ്ചയെ മറക്കുന്നുണ്ടായിരുന്നു. ഡോക്ടർ പറഞ്ഞത് ശരിയാണ്, ഞാൻ നീചനാണ്, അവൻ സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. ആദിത്യൻ പതുക്കെ ആശുപത്രിയുടെ ഗേറ്റിലേക്ക് കടക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ കനത്ത ഒരു ശൂന്യതയായിരുന്നു. രമ്യ ഡോക്ടർ പറഞ്ഞ ഓരോ വാക്കും സത്യമാണെന്ന് അവൻ്റെ മനസ്സ് മന്ത്രിച്ചുകൊണ്ടിരുന്നു. അതേസമയം നഗരത്തിൻ്റെ മറ്റൊരു കോണിലുള്ള ഒരു ചെറിയ വാടക വീട്ടിൽ 5 വയസ്സുകാരിയായ കുഞ്ഞുലക്ഷ്മി സോഫയിൽ കയറിയിരുന്ന് TV കാണുകയായിരുന്നു. അവളുടെ കുസൃതി നിറഞ്ഞ കണ്ണുകൾ സ്ക്രീനിലെ ദൃശ്യങ്ങളിൽ ഉടക്കി നിന്നു. സ്ക്രീനിൽ ഒരു പ്രശസ്ത ഗാനരംഗമാണ്. മനോഹരമായി ചുവടുവെക്കുന്ന ഒരു നടി. അവരുടെ കണ്ണുകളിലെ ആ നീല നിറം കുഞ്ഞുലക്ഷ്മിയെ അത്ഭുതപ്പെടുത്തി. അവൾ ഓടിപ്പോയി കണ്ണാടിയിൽ ഒന്ന് നോക്കി. തൻ്റെ കണ്ണുകൾക്കും അതേ നീല നിറം. അമ്മേ, അമ്മ, വേഗം വന്നേ, കുഞ്ഞി ലക്ഷ്മി ആവേശത്തോടെ വിളിച്ചു. അടുക്കളയിൽ തിരക്കിട്ട പണിയിലായിരുന്നു അന്നേരം ദീപ്തി. അടുക്കളയിൽ നിന്ന് കൈകൾ തുടച്ചുകൊണ്ട് ദീപ്തി വേഗത്തിൽ അവിടേക്ക് വന്നു. വിളിച്ചിട്ട് അപ്പോൾ തന്നെ ചെന്നില്ലെങ്കിൽ കുഞ്ഞിപ്പെണ്ണ് ഒരു സമാധാനവും തരില്ല. പിന്നെയും പിന്നെയും വിളിച്ചുകൊണ്ടിരിക്കും. ദീപ്തി ആലോചനയോടെ ഹാളിലേക്ക് ചെന്നു. ഇത്രയും വർഷങ്ങൾ ദീപ്തിയെ ഒരുപാട് മാറ്റിയിരിക്കുന്നു. മുഖത്തെ ആ പഴയ നിഷ്കളങ്കതയ്ക്ക് പകരം ഇപ്പോൾ ഒരു പോരാളിയുടെ നിശ്ചയദാർഢ്യമാണ് ദീപ്തിയുടെ മുഖത്തുള്ളത്. അല്ലെങ്കിലും ഈ കാലയളവിൽ ദീപ്തി എന്തൊക്കെ അനുഭവിച്ചു. എന്തോരം കുത്തുവാക്കുകൾ കേട്ടു. എത്ര പട്ടിണി കിടന്നു. എന്തോരം കരഞ്ഞു. എന്താ എൻ്റെ കുഞ്ഞുലക്ഷ്മി, എന്തിനാ ഇങ്ങനെ ബഹളം വെക്കുന്നത്? അമ്മക്ക് പിടിപ്പത് പണിയുള്ളതാകത്ത്. ദീപ്തി കുഞ്ഞു ലക്ഷ്മിയുടെ അരികിൽ വന്നിരുന്നു കൊണ്ട് ചോദിച്ചു. അമ്മേ, ദാ ഈ ആൻറ്റിയുടെ കണ്ണ് നോക്കിയേ, എൻ്റെ കണ്ണ് പോലെ തന്നെയാ, നീലക്കണ്ണ്. കുഞ്ഞുലക്ഷ്മി TV-യിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. ദീപ്തി സ്ക്രീനിലേക്കൊന്ന് നോക്കി. സ്ക്രീനിൽ ചിരിച്ചു നിൽക്കുന്ന മിത്രയെ കണ്ടതും ദീപ്തിയുടെ ഉള്ളിലൂടെ ഒരു മിന്നൽ പാഞ്ഞുപോയി. പഴയ മുറിവുകൾ വീണ്ടും നിറാൻ തുടങ്ങി. ആദിത്യൻ്റെയും മിത്രയുടെയും മുഖം അവളുടെ ഉള്ളിൽ മാറി മാറി തെളിഞ്ഞു വന്നു. ആ രാത്രിയിൽ ആദിത്യൻ തന്നെയും കുഞ്ഞിനെയും ആട്ടിയകറ്റിയതും മിത്ര തന്നെ ഗൗനിക്കുക പോലും ചെയ്യാതെ പോയതും ദീപ്തിയുടെ ഓർമ്മയിൽ തെളിഞ്ഞു. പെട്ടെന്ന് ദീപ്തിയുടെ മുഖം കടുത്തു. അവൾ കുഞ്ഞുലക്ഷ്മിയുടെ കയ്യിൽ നിന്നും റിമോട്ട് വാങ്ങി ചാനൽ മാറ്റി. TV കണ്ടത് മതി കുഞ്ഞുലക്ഷ്മി, നേരം എത്രയായി, പോയി പഠിക്കാൻ നോക്ക്.
ദീപ്തിയുടെ സ്വരത്തിലെ കാഠിന്യം കണ്ട് കുഞ്ഞുലക്ഷ്മിക്ക് ഒന്ന് വിരണ്ടുപോയി. സാധാരണ ദീപ്തി കുഞ്ഞുലക്ഷ്മിയോട് അങ്ങനെ സംസാരിക്കാറില്ലല്ലോ. അമ്മേ, ഞാൻ ആ പാട്ട് കണ്ടോട്ടെ? ആ ആൻറ്റിയെ കാണാൻ നല്ല ഭംഗിയുണ്ട്, കുഞ്ഞുലക്ഷ്മി ദീപ്തിയോട് കെഞ്ചിക്കൊണ്ട് പറഞ്ഞു. ഭംഗിയുള്ളതെല്ലാം നല്ലതാവണമെന്നില്ല കുഞ്ഞുലക്ഷ്മി, ദീപ്തി ഗൗരവത്തോടെ പറഞ്ഞു. ഇനി ആ ചാനൽ വയ്ക്കരുത്, പറഞ്ഞത് കേട്ടല്ലോ? ദീപ്തി ഒന്നുകൂടെ സ്വരം ഉയർത്തി പറയവേ കുഞ്ഞുലക്ഷ്മി മുഖവും വീർപ്പിച്ചുകൊണ്ട് ആ സോഫയിൽ നിന്നും ഇറങ്ങി. കുഞ്ഞുലക്ഷ്മി അങ്ങ് മുറിയിലേക്ക് പോയതും ദീപ്തി ആ സോഫയിൽ തന്നെ ചുരുണ്ടുകൂടി കിടന്നു. കുഞ്ഞുലക്ഷ്മി വളർന്നു വരികയാണ്. അവളുടെ രൂപത്തിലും സ്വഭാവത്തിലും മിത്രയുടെയും ആദിത്യൻ്റെയും അടയാളങ്ങൾ ഓരോന്നായി തെളിഞ്ഞു വരുന്ന പോലെ ദീപ്തിക്ക് തോന്നി. എത്രയൊക്കെ മറക്കാൻ ശ്രമിച്ചാലും ദീപ്തിക്ക് അത് സാധിക്കുന്നില്ല. ഭഗവാനെ, ആ നിഴലുകൾ ഇനിയും എൻ്റെ മോളുടെ മേൽ വീഴരുതേ, ദീപ്തി ഉള്ളുരുകി പ്രാർത്ഥിച്ചു. കുഞ്ഞുലക്ഷ്മി പിണങ്ങിയ പിന്നെ ആ വീട് നിശബ്ദമാണ്. ആ നിശബ്ദത ദീപ്തിയെ വല്ലാതെ ഭയപ്പെടുത്തും. അടുക്കളയിൽ ബാക്കിയുണ്ടായിരുന്ന പണികളെല്ലാം വേഗത്തിൽ തീർത്ത് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നെയ്യപ്പം ചൂടോടെ ഒരു പാത്രത്തിലാക്കി ദീപ്തി മുറിയിലേക്ക് നടന്നു. മുറിയിൽ ലക്ഷ്മി തൻ്റെ ടേബിളിൽ തല ചായ്ച്ച് കിടക്കുകയാണ്. തുറന്നു വെച്ച പുസ്തകത്തിലെ അക്ഷരങ്ങൾ അവളുടെ കണ്ണുനീരിൽ കുതിർന്നിട്ടുണ്ടാകുമെന്ന് ദീപ്തിക്ക് ഉറപ്പായിരുന്നു. ദീപ്തി പതുക്കെ അവളുടെ അരികിൽ ചെന്നിരുന്നു. കുഞ്ഞുലക്ഷ്മിയുടെ തലയിൽ തലോടിക്കൊണ്ട് അവൾ പതിയെ വിളിച്ചു. എൻ്റെ കുഞ്ഞുലക്ഷ്മി, ഇപ്പോഴും പിണക്കത്തിലാണോ? ദാ നോക്കിയേ, അമ്മ മോൾക്ക് എന്താ ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുന്നതെന്ന്. കുഞ്ഞുലക്ഷ്മി പതുക്കെ തല ഉയർത്തി. അവളുടെ കൺപീലികളിൽ അപ്പോഴും കണ്ണുനീർത്തുള്ളികൾ തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അമ്മയുടെ കയ്യിലെ പാത്രത്തിലിരിക്കുന്ന നെയ്യപ്പത്തിലേക്ക് അവളൊന്ന് നോക്കി. നെയ്യിൽ കുളിച്ച് വശങ്ങളിൽ നല്ലപോലെ മുരിഞ്ഞ ശർക്കരയുടെ നിറമുള്ള ആ നെയ്യപ്പം കണ്ടപ്പോൾ അവളുടെ കൊച്ചു നാവിലൂറുന്ന വെള്ളം ഒതുക്കാൻ കുഞ്ഞുലക്ഷ്മിക്ക് കഴിഞ്ഞില്ല. എങ്കിലും പിണക്കം വിട്ടുകൊടുക്കാൻ അവൾ തയ്യാറല്ല കേട്ടോ. എനിക്ക് വേണ്ട, അമ്മ പൊക്കോ, എന്നെ വഴക്ക് പറഞ്ഞില്ലേ? എനിക്ക് ആ ആൻറ്റിയെ ഇഷ്ടമായിട്ടല്ലേ ഞാൻ നോക്കിയത്, കുഞ്ഞുലക്ഷ്മി ചുണ്ടു പിളർത്തിക്കൊണ്ട് പറഞ്ഞു. ദീപ്തി അവളെ വലിച്ചെടുത്ത് തൻ്റെ മടിയിലിരുത്തി. എന്നിട്ട് ആ ചെറിയൊന്ന് മൂക്കിലൊന്ന് തൊട്ടു. എൻ്റെ പൊന്നു കുഞ്ഞുലക്ഷ്മി, അമ്മയോട് പിണക്കാണോ? ലക്ഷ്മി മറുപടിയൊന്നും പറഞ്ഞില്ല. ഒന്നുകൂടി മുഖം ദീപ്തിയുടെ മാറിൽ അമർത്തി കിടന്നു. അമ്മയുടെ മോൾക്ക് അമ്മ ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ദാ നോക്കിയേ, നല്ല മുരിഞ്ഞ നെയ്യപ്പം. ഇതിൻ്റെ മണം അടിച്ചപ്പോഴേ അപ്പുറത്തെ വീട്ടിലെ കിട്ടുപൂച്ച ഓടി വരുന്നുണ്ടായിരുന്നു. ഞാൻ സമ്മതിച്ചില്ല, ഇതെൻ്റെ മോളുടേതാണെന്ന് പറഞ്ഞു. നെയ്യപ്പത്തിൻ്റെ ആ മധുരമുള്ള മണം കുഞ്ഞുലക്ഷ്മിയുടെ മൂക്കിലേക്ക് ഇരച്ചു കയറി. പതുക്കെ അവൾ തല ഉയർത്തി. കണ്ണ് രണ്ടും കരഞ്ഞു ചുവന്നിട്ടുണ്ട്. എന്തിനാ അമ്മ എന്നെ വഴക്ക് പറഞ്ഞത്? ആൻറ്റി പാവല്ലേ, കുഞ്ഞുലക്ഷ്മി വിധിപ്പിക്കൊണ്ട് ചോദിച്ചു. ദീപ്തിയുടെ ഉള്ളൊന്ന് പിടഞ്ഞു. അവൾ ലക്ഷ്മിയെ ചേർത്ത് പിടിച്ചു. അമ്മക്ക് ആ ആൻറ്റിയോട് ദേഷ്യമൊന്നുമില്ല മോളെ. മോൾ കുറേ നേരമായില്ലേ ടി വി കാണുന്നു. പഠിക്കാൻ സമയമായില്ലേ എന്നോർത്തപ്പോൾ അമ്മക്ക് പേടിയായി, അതാ വഴക്ക് പറഞ്ഞത്. അമ്മയോട് ക്ഷമിക്ക്. ദീപ്തി ആ നെയ്യപ്പത്തിൽ നിന്ന് ഒരു കഷ്ണം നുള്ളി അവളുടെ വായോട് അടുപ്പിച്ചു. നെയ്യിൽ മുരിഞ്ഞ ആ അപ്പത്തിൻ്റെ മധുരം ലക്ഷ്മിയുടെ നാവിലറിഞ്ഞപ്പോൾ അവളുടെ പിണക്കം പതുക്കെ അലിഞ്ഞില്ലാതെയായി. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് അമ്മേ, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആണോ? എങ്കിൽ വേഗം കഴിച്ചിട്ട് നമുക്ക് ഹോംവർക്ക് ചെയ്യാം, നാളെ സ്കൂളിൽ പോകണ്ടേ. ലക്ഷ്മി ആവേശത്തോടെ അപ്പവും കഴിച്ച് പഠിക്കാനിരുന്നു. അവളുടെ ഓരോ കൊച്ചു വർത്തമാനങ്ങളിലും ദീപ്തി ആദിത്യൻ്റെയും മിത്രയുടെയും അംശങ്ങൾ തപ്പുകയായിരുന്നു അന്നേരം. എത്രയൊക്കെ അകറ്റി നിർത്തിയാലും ആ രക്തം അവളിൽ തുടിക്കുന്നുണ്ടെന്ന സത്യം ദീപ്തിയെ നീറ്റിച്ചുകൊണ്ടിരുന്നു. ഹലോ, സുകുമാരൻ ചേട്ടനല്ലേ? ആ അതെ, ഇതാരാണ്? ഞാനാ ചേട്ടാ, ആദിത്യൻ. ആദിത്യൻ പറഞ്ഞു പൂർത്തിയാക്കും മുമ്പേ സുകുമാരന് ആളെ പിടികിട്ടിയിരുന്നു. ആ സാറോ? ഞാൻ സാറെ ഒരു ആവശ്യത്തിന് കുറച്ചു കാലം മുമ്പേ ഒരുപാട് തവണ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ പിന്നീടാണ് അറിഞ്ഞത് സാർക്ക് എന്തോ അപകടം പറ്റിയെന്ന്. ഇപ്പം എങ്ങനെയുണ്ട്? കുറവുണ്ടോ സാർ? അയാൾ എടുത്തു ചോദിച്ചു. ആ കുറവുണ്ട് സുകുമാരൻ ചേട്ടാ. പിന്നെ ചേട്ടാ, ഞാനിപ്പോൾ വിളിച്ചത് മറ്റൊരു കാര്യം ചോദിക്കാനാണ്. ആദിത്യൻ വിഷയത്തിലേക്ക് കടന്നു. എന്താണ്? ചോദിച്ചോളൂ സാർ, സുകുമാരൻ ആകാംക്ഷയോടെ പറഞ്ഞു. അത് സുകുമാരൻ ചേട്ടാ, 5 വർഷം മുന്നേ ഇവിടെ ഒരു പെൺകുട്ടിയെ ജോലിക്ക് കൊടുന്നില്ലേ, ഒരു ദീപ്തി? ആ സാർ, ഞാൻ ഓർക്കുന്നു. അതെൻ്റെ ഒരു പരിചയക്കാരൻ വഴി ഞാൻ കൊണ്ടുവന്ന കുട്ടിയെ. സുകുമാരൻ ചേട്ടാ, അവരുടെ അഡ്രസ്സ് ഒന്ന് കിട്ടാൻ വല്ല വഴിയുമുണ്ടോ? ആദിത്യൻ ആകാംക്ഷ അടക്കാൻ കഴിയാതെ ചോദിച്ചു. അങ്ങനെയൊക്കെ ചോദിച്ചാൽ എൻ്റെ കയ്യിൽ നിന്ന് ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം പോയി സാറേ.
ഒരു കാര്യം ചെയ്യാം, ഞാൻ എൻ്റെ കൂട്ടുകാരനോടൊന്ന് വിളിച്ച് ചോദിച്ചു നോക്കട്ടെ. അവനറിയാമെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ മെസ്സേജ് അയച്ചേക്കാം, പോരെ? ആ, അത് മതി സുകുമാരൻ ചേട്ടാ. പിന്നെ ഒന്ന് കാര്യമായി അന്വേഷിക്കണം കേട്ടോ. അഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ സുകുമാരൻ ചേട്ടാ എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, ഞാൻ വേണ്ടത് ചെയ്തേക്കാം. ആദ്യം അതും കൂടി പറഞ്ഞതോടെ സുകുമാരൻ ചേട്ടന് ഒരു ആവേശമായി. കാരണം ANDയുടെ കമ്പനി ഉടമയാണ് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം എന്തെങ്കിലും കനത്തിൽ എന്തെങ്കിലും ചില്ലറ തടയുമെന്ന് അയാൾക്ക് തോന്നി. വലിയ പാടില്ലാത്ത ഉപകാരമല്ലേ, ഒരു അഡ്രസ്സല്ലേ, എങ്ങനെയെങ്കിലും തപ്പി കണ്ടുപിടിച്ച് 4 നോട്ട് തടയുന്ന കേസാണെന്ന് തോന്നിയപ്പോൾ സുകുമാരൻ അപ്പോൾ ആ നിമിഷം തന്നെ തൻ്റെ കൂട്ടുകാരനെ വിളിച്ചു. സുകുമാരനെ വിളിച്ച് വെച്ച് ഏകദേശം അരമണിക്കൂർ കഴിയുമ്പോഴേക്കും ആദിയുടെ ഫോണിലേക്ക് ദീപ്തിയുടെ അഡ്രസ്സ് വന്നു കഴിഞ്ഞിരുന്നു. ആ അഡ്രസ്സിലേക്ക് നോക്കി ആദിത്യൻ ഏറെ നേരം അങ്ങനെ ഇരുന്നു പോയി. അവന് പഴയ പല കാര്യങ്ങളും ഓർമ്മ വന്നുപോയി. ദീപ്തി എന്ന് രാവിലെ മോളെയും കൊണ്ട് സ്കൂളിലേക്ക് പോകാനുള്ള തിരക്കിലായിരുന്നു. തൊട്ടടുത്തുള്ള ഒരു ചെറിയ സ്കൂളിലാണ് മോള് പഠിക്കുന്നത്. അവിടെ തന്നെയാണ് ദീപ്തി ടീച്ചറായി പഠിപ്പിക്കുന്നതും. സ്ക്രീനിൽ രമ്യ ഡോക്ടർ എന്ന് പേര് കണ്ടതും അവൾ പെട്ടെന്ന് ഫോണെടുത്തു. ദീപ്തിയുടെ ജീവിതത്തിലെ ഏക താങ്ങായിരുന്നു രമ്യ ഡോക്ടർ. പ്രസവം കഴിഞ്ഞ് ആ ആശുപത്രിയിൽ നിന്നും ഇറങ്ങുമ്പോൾ കയ്യിലാകെ ഉണ്ടായിരുന്ന കുറച്ച് പണം കൊണ്ട് ഈ വീട് വാടകയ്ക്ക് എടുത്തു തന്നതും ഒരു സ്കൂളിൽ തനിക്ക് ജോലി ശരിയാക്കി തന്നതും എല്ലാം ഡോക്ടറായിരുന്നു. ഹലോ ഡോക്ടർ. ആ, ദീപ്തി തിരക്കിലാണോ? ഏയ് അല്ല ഡോക്ടർ, ഡോക്ടർ പറയൂ. മഹാലക്ഷ്മി എന്തേ? ഇവിടെയുണ്ട് ഡോക്ടർ, ഞങ്ങൾ സ്കൂളിലേക്ക് ഇറങ്ങാൻ തുടങ്ങുകയായിരുന്നു. ദീപ്തി, ഞാൻ വിളിച്ചത് വേറൊരു കാര്യം പറയാനാണ്. ഡോക്ടറുടെ സ്വരത്തിലെ പരിഭ്രമം ദീപ്തിയെ ഭയപ്പെടുത്തി. എന്താ ഡോക്ടർ? ഇന്ന് ആദിത്യ എൻ്റെ അടുത്ത് വന്നിരുന്നു. ആ വാർത്ത മിന്നലേറ്റ പോലെയാണ് ദീപ്തിക്ക് കേട്ടത്. പൊടുന്നനെ അവളുടെ കയ്യിലിരുന്ന ഗ്ലാസ് തറയിൽ വീണു പൊട്ടി. സാറോ? സാർ എന്തിനാ വന്നത്? ഡോക്ടർ എന്തായി പറയുന്നത്? ദീപ്തിയുടെ ശബ്ദം വിറച്ചു. ഭിത്തിയിൽ ചാരി അവൾ പതുക്കെ നിലത്തേക്ക് ഇരുന്നുപോയി. ആദിത്യ നിന്നെയും കുഞ്ഞിനെയും തിരഞ്ഞു വന്നതാണ് ദീപ്തി. 5 വർഷമായി അവൻ ശരീരം തളർന്ന് കിടപ്പിലായിരുന്നുവെന്ന്. ആ ആക്സിഡൻറ്റിന് ശേഷം ഇപ്പോൾ നടക്കാൻ തുടങ്ങിയപ്പോൾ അവൻ ആദ്യം അന്വേഷിച്ചത് നിന്നെയാണ്. ദീപ്തിക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. 5 വർഷം മുമ്പുള്ള ആ രാത്രി അവളുടെ കണ്ണിൽ മിന്നി മറഞ്ഞു. കുഞ്ഞിനെ വേണ്ട എന്ന് പറഞ്ഞ് ആട്ടിയകറ്റിയ ആ നിഷ്ഠൂരമായ മുഖം എല്ലാം വീണ്ടും നീറിപ്പുകഞ്ഞു തുടങ്ങി. ഡോക്ടർ അഡ്രസ്സൊന്നും കൊടുത്തില്ലല്ലോ അല്ലേ? എനിക്ക് പേടിയാവുന്നു ഡോക്ടർ. എൻ്റെ മോളെ അയാൾ കൊണ്ടുപോകുമോ? അയാളുടെ കുഞ്ഞല്ലേ. അപ്പോൾ ദീപ്തി വിതുമ്പിപ്പോയി. ദീപ്തി, നീ സമാധാനപ്പെട്, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അവൻ നിന്നെ കണ്ടെത്താൻ ഉറപ്പിച്ച് തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത്. നീ ഒന്ന് സൂക്ഷിക്കണം, രമ്യ താക്കീതോടെ പറഞ്ഞു. രമ്യ ഫോൺ കട്ട് ചെയ്തിട്ടും ദീപ്തി അങ്ങനെ തന്നെ ഇരുന്നു പോയി. അവളുടെ കണ്ണുകളിൽ ഭയം കട്ടപിടിച്ചു. ആദിത്യൻ എന്തിനാണ് അയാളിപ്പോൾ വരുന്നത്? ഇല്ല, ഒരിക്കലും എൻ്റെ മോളെ ഞാൻ വിട്ടുകൊടുക്കില്ല, ദീപ്തി ഉള്ളിലുറപ്പിച്ചു. അമ്മേ, സ്കൂളിൽ പോകാൻ നേരായി, അമ്മ വരണില്ലേ? പുറത്തു നിന്നും കുഞ്ഞുലക്ഷ്മിയുടെ ശബ്ദം കേട്ടപ്പോഴാണ് അവൾ ചിന്തകളിൽ നിന്നുണർന്നത്. ദീപ്തി കണ്ണുനീർ വേഗത്തിൽ തുടച്ചു. അവൾ പതുക്കെ എഴുന്നേറ്റു. അവളുടെ ഉള്ളിൽ ആ പഴയ നിഷ്കളങ്കമായ ദീപ്തിയല്ലായിരുന്നു അപ്പോൾ. പകരം തൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കാൻ ഇറങ്ങി തിരിച്ച ഒരു അമ്മയായിരുന്നു ദീപ്തി അന്നേരം. ദീപ്തിയുടെ വീട്ടിലേക്ക് വണ്ടി ഒതുക്കവേ ദീപ്തി എപ്പോഴും കാണിച്ചു തരാറുള്ള ആ പഴയ ആൽബത്തിലെ മങ്ങിയ ചിത്രങ്ങൾ ആദിത്യൻ്റെ ഓർമ്മയിലേക്ക് തെളിഞ്ഞു വന്നു. എപ്പോഴും ദീപ്തിയുടെ കയ്യിലുണ്ടാവും ആ ആൽബം. അതിങ്ങനെ നോക്കിയിരിക്കും അവൾ. വീടും അച്ഛനെയും അമ്മയെയും ചേച്ചിയെയും എല്ലാം ഇങ്ങനെ തൊട്ട് കാണിച്ചു തരും. ആ ഓടിട്ട ഒറ്റനില വീടിന് കാര്യമായ പരിഷ്കാരങ്ങൾ വന്ന പോലെ തോന്നി ആദിത്യന്. ആദിത്യൻ പതുക്കെ ആ ഉമ്മറത്തേക്ക് കയറി ബെല്ലടിച്ചു. ഒരു മധ്യവയസ്ക പുറത്തേക്ക് വന്നത് പെട്ടെന്നാണ്. ദീപ്തിയുടെ അമ്മ. ആദി അവരെ എളുപ്പം തിരിച്ചറിഞ്ഞു. ആരാ? അവൾ സംശയത്തോടെ ആദിത്യനെ നോക്കി. ഇത് ദീപ്തിയുടെ വീടല്ലേ? ദീപ്തി ഇവിടെ ഉണ്ടോ? ആദിത്യൻ്റെ സ്വരം ഒന്ന് പതറി. അപ്പോഴേക്കും അകത്തു നിന്ന് ദീപ്തിയുടെ ചേച്ചി അർച്ചന ഇറങ്ങി വന്നിരുന്നു. ആരാ അമ്മേ? ദീപ്തിയെ തിരക്കിയാണ്, ആദിത്യനാണ് മറുപടി പറഞ്ഞത്. ദീപ്തിയെ അന്വേഷിച്ചോ? നിങ്ങൾ ആരാണ്? അർച്ചന സംശയഭാവത്തിൽ ചോദിച്ചു. ഞാൻ അവളുടെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരാളാണ്. പേര് ആദിത്യൻ. അമ്മയും മകളും പരസ്പരം ഒന്ന് നോക്കി. അവരുടെ മുഖത്ത് പെട്ടെന്നൊരു പുച്ഛം പടർന്നു. അവളിവിടെ ഇല്ല, ഇനി ഒരിക്കലും ഇങ്ങോട്ട് വന്നാൽ അവളെ കാണാനും പറ്റില്ല. ഉത്തരം പറഞ്ഞത് അർച്ചനയാണ്. ആദിത്യൻ ഒന്ന് അമ്പരന്നു. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? ദീപ്തി എവിടെ പിന്നെ? ആദിയുടെ അവസാനത്തെ പ്രതീക്ഷയാണ് ഇത്. ഇവിടെ കൂടെ ഇല്ലെങ്കിൽ ഇനി താൻ എവിടെ ദീപ്തി അന്വേഷിക്കും?
അവനറിയില്ല. ബാംഗ്ലൂരിൽ വലിയ ജോലിയാണെന്ന് പറഞ്ഞു പോയവൾ 10 മാസം കഴിഞ്ഞ് ഒരു കൈക്കുഞ്ഞുമായി ആ പടിവാതിൽ വന്ന് നിന്നത്. ആരോടുള്ള അവിഹിതത്തിൻ്റെ കൂലിയാണ് ആ കൈക്കുഞ്ഞ് എന്ന് പോലും അവൾ പറഞ്ഞില്ല. ഈ നാട്ടുകാരെയും വീട്ടുകാരെയും അഭിമുഖീകരിക്കാൻ വയ്യാതെ ഞങ്ങൾ അനുഭവിച്ചത് എന്താണെന്ന് ഞങ്ങൾക്കേ അറിയൂ. അർച്ചന പറഞ്ഞു നിർത്തുമ്പോൾ ആദിത്യൻ ഞെട്ടിപ്പോയി. അവിഹിതമോ? അവൾ നിങ്ങളോട് സത്യം പറഞ്ഞില്ലേ? ചോദിക്കുമ്പോൾ അവൾ പണം അയച്ചു തരുമായിരുന്നു. പക്ഷെ അതൊരിക്കലും അവൾ കണ്ടവന്മാരുടെ കൂടെ കിടന്നു കിട്ടിയതാണെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല സാറേ. സാറിനറിയുമോ, അവളുടെ അച്ഛൻ മരിക്കുമ്പോഴും ആ കുട്ടിയുടെ അച്ഛൻ ആരാണെന്ന് അറിയാത്തതിൻ്റെ സങ്കടം അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്നിട്ടും ആ ദുഷ്ട വാ തുറന്നൊന്നും പറഞ്ഞില്ല. എന്നിട്ട് ദീപ്തി എങ്ങോട്ട് പോയി? ആദിത്യൻ കിതപ്പോടെ ചോദിച്ചു. എൻ്റെ കെട്ടിയവൻ വന്ന് പറഞ്ഞു അവളും ആ കുഞ്ഞും ഈ വീട്ടിലുണ്ടെങ്കിൽ എന്നെ തിരികെ കൊണ്ടുപോയില്ലെന്ന്. ഞങ്ങൾക്ക് മനസ്സമാധാനമായി ജീവിക്കണ്ടേ? അർച്ചന ഇടയിൽ കയറി പറഞ്ഞു. അപ്പോൾ നിങ്ങൾ അവളെ ഇവിടെ നിന്ന് ആ കൈക്കുഞ്ഞുമായി ഇറക്കി വിട്ടോ? ആദിത്യൻ്റെ കണ്ണുകൾ ചുവന്നു. അവനിൽ രോഷം നിറഞ്ഞു. ഇറക്കി വിട്ടതൊന്നുമല്ലല്ലോ. ഒരു രാത്രി ആ കുഞ്ഞിനെയും കൊണ്ട് അവൾ എങ്ങോട്ടോ പോയി. ഞങ്ങൾ തിരയാനൊന്നും പോയില്ല. അല്ലെങ്കിൽ തന്നെ എന്തിനാ തിരയുന്നത്? ഞങ്ങളുടെ കുടുംബത്തിന് പേരുദോഷം ഉണ്ടാക്കിയവളെ ഇനിയും എന്തിനാ തിരിച്ചു കൊണ്ടുവരുന്നത്? അർച്ചന ദേഷ്യത്തോടെ പറഞ്ഞു. ആദിത്യൻ്റെ ഉള്ളിൽ ഒരു അഗ്നിപർവ്വതം പുകഞ്ഞു. സാറിന് അവളുടെ കാര്യം എന്തെങ്കിലും അറിയാമോ? ആരാ കുഞ്ഞിൻ്റെ അച്ഛൻ എന്ന് സാറിന് അറിയാമോ? ദീപ്തിയുടെ അമ്മ ആകുലതയോടെ ചോദിച്ചു. ആദിത്യൻ ഒന്ന് നിശബ്ദനായി. അവരോട് സത്യം വെളിപ്പെടുത്താൻ അവന് തോന്നിയില്ല. അതറിഞ്ഞിട്ട് ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാനാണ്? നിങ്ങളെപ്പോലെ കുറേ നന്ദിയില്ലാത്ത ആളുകൾക്ക് വേണ്ടി അവൾ ജീവിതം ഹോമിച്ചു. അതാണ് അവൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. എന്നെങ്കിലും അവളോട് ചെയ്ത പാപത്തിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. ആദിയുടെ കണ്ണുകൾ ചുവന്നു. അവനിൽ രോഷം നിറഞ്ഞു. ഇതിന് മാത്രം ദീപ്തിക്കും വേണ്ടി മുന്നിൽ നിൽക്കുന്നവൻ രോഷം കൊള്ളുന്നത് എന്തിനാണെന്ന് ആണ് അന്നേരം അർച്ചനയും അമ്മയും ചിന്തിച്ചത്. ആദിത്യൻ അവിടെ നിന്നും വേഗത്തിൽ ഇറങ്ങി നടന്നു. പിന്നിൽ അമ്മയുടെയും മകളുടെയും പിറുപിറുക്കലുകൾ കേൾക്കാമായിരുന്നു. കാറിൽ കയറി സ്റ്റിയറിങ്ങിൽ തല ചായ്ച്ച് കിടക്കുമ്പോൾ അവൻ്റെ കണ്ണിൽ ദീപ്തിയുടെ മുഖം തന്നെയായിരുന്നു തെളിഞ്ഞു വന്നിരുന്നത്. ആ ശാന്തമായ വൈകുന്നേരം ദീപ്തിയും ലക്ഷ്മി മോളും കടൽ തീരത്തെത്തിയപ്പോൾ സൂര്യൻ പതുക്കെ ചക്രവാളത്തിൽ താഴ്ന്നു തുടങ്ങിയിരുന്നു. തിരമാലകളുടെ ഇരമ്പലും കാറ്റിൻ്റെ തണുപ്പും ആശ്വാസം നൽകേണ്ടതാണെങ്കിലും ദീപ്തിയുടെ ഉള്ളിൽ ഒരു കടലിരമ്പുന്നുണ്ടായിരുന്നു. രമ്യ ഡോക്ടറുടെ വാക്കുകൾ അവളുടെ കാതുകളിൽ ഇപ്പോഴും മുഴങ്ങുന്നുണ്ട്. ആദിത്യൻ നിന്നെ തിരയുന്നു. ഈ വർഷങ്ങൾ കൊണ്ട് അവൾ പണിതുയർത്തിയ കുഞ്ഞു ലക്ഷ്മിയുമായുള്ള ഈ കൊച്ചു ലോകം തകർന്നു പോകുമോ എന്ന ഭയം ദീപ്തിയെ വിടാതെ പിന്തുടർന്നു. അമ്മ ഇതാ നോക്കിയേ. മോളുടെ ആഹ്ലാദ പ്രകടനം കണ്ടപ്പോൾ ദീപ്തി ചിന്തകളിൽ നിന്നും ഒന്ന് ഞെട്ടിയുണർന്നു. ദൂരെ മണൽത്തരികൾക്കിടയിൽ ഓടിക്കളിക്കുകയാണ് ലക്ഷ്മി. കയ്യിലിരിക്കുന്ന ചെറിയ ബക്കറ്റിൽ അവൾ കക്കകളും ചിപ്പികളും പെറുക്കിയിടുന്നുണ്ട്. ഇടയ്ക്കിടെ വന്ന് മുട്ടോളം എത്തുന്ന തിരകളിൽ അവൾ തുള്ളിച്ചാടും. ദീപ്തി ആ മണലിൽ തളർന്നിരുന്നു. അവളുടെ കണ്ണുകൾ കുഞ്ഞു ലക്ഷ്മിയിലായിരുന്നുവെങ്കിലും മനസ്സ് വർഷങ്ങൾക്ക് പിന്നിലായിരുന്നു. ആശുപത്രി കിടക്കയിൽ വെച്ച് തന്നെയും ഈ കുഞ്ഞിനെയും ഒരു ബാധ്യതയായി കണ്ട് ആട്ടിയകറ്റിയ ആ മുഖം. ആദിത്യൻ അന്ന് തന്നെ സഹായിക്കാൻ ആരുമില്ലായിരുന്നു. തൻ്റെ വീട്ടുകാർ പോലും വാതിൽ കൊട്ടിയടച്ചപ്പോൾ ഈ കുഞ്ഞിനെ മാറോട് ചേർത്ത് തെരുവിലിറങ്ങേണ്ടി വന്ന ആ രാത്രി അവരുടെ ഉള്ളിൽ കിടന്ന് വെന്തു. എന്തിനാ ആദി സാർ ഇപ്പോൾ വരുന്നത്? ദീപ്തി സ്വയം ചോദിച്ചു. ഇത്രയും കാലം ഞങ്ങൾ എങ്ങനെ ജീവിച്ചെന്ന് അദ്ദേഹം അറിഞ്ഞോ? വിശന്നപ്പോൾ ആര് ആഹാരം തന്നു എന്ന് അന്വേഷിച്ചോ? ഇല്ല. ഇപ്പോൾ കുറ്റബോധം തോന്നുമ്പോൾ വന്ന് സ്വന്തമാക്കാൻ എൻ്റെ കുഞ്ഞുലക്ഷ്മി ഒരു കളിപ്പാട്ടമല്ലല്ലോ. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. കുഞ്ഞുലക്ഷ്മി ചിരിച്ചുകൊണ്ട് ദൂരെ നിന്ന് കൈവീശുന്നുണ്ട്. അവൾ അങ്ങനെ ചിരിക്കുമ്പോൾ മിത്രയുടെ പോലെയാണ് കാണാൻ. ആദിത്യൻ്റെയും മിത്രയുടെയും രക്തം തന്നെയാണ് കുഞ്ഞുലക്ഷ്മി. പക്ഷെ ആ കുഞ്ഞിനെ പോറ്റി വളർത്തിയത് തൻ്റെ കണ്ണുനീരും വിയർപ്പുമാണ്. അമ്മേ, എന്തിനാ കരയുന്നത്? കുഞ്ഞുലക്ഷ്മി എപ്പോഴോ അവളുടെ അരികിലെത്തിയിരുന്നു. അവളുടെ ചെറിയ കൈകൾ ദീപ്തിയുടെ കവിളിലെ കണ്ണുനീർ തുടച്ചു മാറ്റി. അമ്മയുടെ കണ്ണിൽ കരട് വീണതാ മോളെ. ദീപ്തി കള്ളം പറഞ്ഞുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. ആദിത്യൻ ദീപ്തിയുടെ വീട്ടിൽ നിന്നും മടങ്ങുമ്പോൾ അവൻ്റെ മനസ്സിൽ ആശ്വാസത്തിന് ഒരു പഴുതുണ്ടായിരുന്നില്ല. സ്വന്തം വീട്ടുകാർ പോലും തള്ളിപ്പറഞ്ഞ ദീപ്തി ആ കുഞ്ഞിനെയും കൊണ്ട് ഈ 5 വർഷം എങ്ങനെ ജീവിച്ചു കാണും എന്ന ചിന്ത അവനെ വേട്ടയാടിക്കൊണ്ടിരുന്നു. മനസ്സിൻ്റെ അസ്വസ്ഥതകൾ കുറക്കാൻ വണ്ടി ഒതുക്കി അവൻ ആ കടൽ തീരത്തേക്ക് നടന്നു. സന്ധ്യ മയങ്ങുന്ന നേരമായതിനാൽ ബീച്ചിൽ തിരക്ക് ഉണ്ടായിരുന്നു. അവൻ കണ്ണുകൾ അടച്ചുകൊണ്ട്
പതിയെ ഓർമ്മകളിലേക്ക് ചേക്കേറി. അപ്പോഴാണ് തൻ്റെ കാലിന് സമീപം എന്തോ ഒന്ന് വന്ന് തട്ടിയതും ആദിത്യൻ പതിയെ കണ്ണു തുറന്നതും. ഒരു ചുവന്ന പന്ത്. അങ്കിളെ, ആ ബോളൊന്ന് ഇങ്ങോട്ട് തരുമോ? കൊഞ്ചൽ കലർന്ന ആ ശബ്ദം കേട്ട് ആദിത്യൻ തല ഉയർത്തി. കുറച്ചകലെയായി നിൽക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടി. 5 വയസ്സ് തോന്നിക്കും. വെടുത്തു തുടുത്ത മുഖം, കുസൃതി നിറഞ്ഞ കണ്ണുകൾ. ആ കണ്ണുകൾ കണ്ടതും ആദിത്യൻ ഒന്ന് തറഞ്ഞിരുന്നു പോയി. ആ നീലക്കണ്ണുകൾ, മിത്രയുടെ കണ്ണുകൾക്ക് സമാനമായ നീലക്കണ്ണുകൾ. ആദിത്യൻ പതുക്കെ ആ പന്തെടുത്തു. കുഞ്ഞുലക്ഷ്മി അവൻ്റെ അടുത്തേക്ക് ഓടി വന്നു. ഇതാണോ മോളുടെ പന്ത്? ആദിത്യൻ ഒരു പുഞ്ചിരിയോടെ ചോദിച്ചു. അതെങ്കിലേ, ഇത് എൻ്റെ ലാലുക്കുട്ടനാണ്, അവൾ ഗൗരവത്തോടെ പറഞ്ഞു. ലാലുക്കുട്ടനോ? ആദിത്യന് ചിരി വന്നു. പന്തിനാണോ ലാലുക്കുട്ടൻ എന്ന് പേരിട്ടത്? ആ, പിന്നല്ലാതെ. എൻ്റെ കൂടെ എപ്പോഴും ലാലുക്കുട്ടൻ ഉണ്ടാവും. അങ്കിൾ എന്തിനാ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്? കൂട്ടിനാരില്ലേ? അവൾ അവൻ്റെ അരികിൽ ബെഞ്ചിൽ കയറിയിരുന്നു കൊണ്ട് ചോദിച്ചു. ആദിക്ക് ഒറ്റ കാഴ്ചയിൽ തന്നെ അവളോട് വല്ലാത്തൊരു അടുപ്പം തോന്നി. അങ്കിളിന് കൂട്ടിന് ആരുമില്ല മോളെ. അങ്കിൾ കുറച്ച് സങ്കടത്തിലാണ്. ആദി നേരത്തെ ചിരിയോടെ അവളെ നോക്കി. സങ്കടോ? എന്തിനാ? അങ്കിളിൻ്റെ അമ്മ വഴക്ക് പറഞ്ഞോ? അതോ ഹോംവർക്ക് ചെയ്തില്ലേ? കുഞ്ഞിലക്ഷ്മി അലിവോടെ ചോദിച്ചു. ആദിത്യൻ മറുപടി ഒന്നും പറയാതെ പതിയെ ചിരിച്ചു. അവൾ തൻ്റെ ചെറിയ കൈകൾ കൊണ്ട് ആദിത്യൻ്റെ തോളിൽ തട്ടി. സങ്കടപ്പെടണ്ടട്ടോ. മോളുടെ പേരെന്താ? ആദിത്യൻ പതിയെ ചോദിച്ചു. മഹാലക്ഷ്മി. പക്ഷെ അമ്മ കുഞ്ഞിലക്ഷ്മി എന്ന് വിളിക്കും. അപ്പോൾ അങ്കിളും കുഞ്ഞിലക്ഷ്മി എന്ന് വിളിക്കാം അല്ലേ? അങ്ങനെ വിളിച്ചോ. കുഞ്ഞിലക്ഷ്മി പതിയെ ചിരിച്ചു. തൻ്റെ മോൾക്കും ഏകദേശം കുഞ്ഞിലക്ഷ്മിയുടെ പ്രായം കാണുമെന്ന് തോന്നി ആദിക്ക്. തൊട്ടരികിൽ സ്വന്തം കുഞ്ഞുണ്ടായിട്ടും ചേർത്ത് പിടിക്കാൻ കഴിയാത്ത അവസ്ഥ. എന്നാൽ ഞാൻ പൊയ്ക്കോട്ടെ അങ്കിളെ, കുഞ്ഞിലക്ഷ്മി പറയവേ ആദി പതിയെ തലയാട്ടി. കുഞ്ഞിലക്ഷ്മി അവിടെ നിന്നും എഴുന്നേറ്റ് നടക്കുന്നതിനിടയിൽ ഒരു വട്ടം കൂടെ അവൾക്ക് കൈവീശി കാണിച്ചു ആദി. ആദിത്യൻ ആ ബെഞ്ചിൽ തന്നെ ഇരുന്നു പോയി. കുഞ്ഞിലക്ഷ്മി മണൽപ്പരപ്പിലൂടെ ഓടി ദൂരേക്ക് നീങ്ങി. ആദിത്യൻ മെല്ലെ എഴുന്നേറ്റു. ആ കുഞ്ഞിൻ്റെ നിഷ്കളങ്കമായ വർത്തമാനങ്ങൾ അവൻ്റെ ഹൃദയത്തിൽ ഭാരം കുറച്ചതുപോലെ തോന്നി. പെട്ടെന്നാണ് ദൂരെ മണലിൽ ഇരിക്കുന്ന ഒരു സ്ത്രീ രൂപത്തിനടുത്തേക്ക് കുഞ്ഞിലക്ഷ്മി ഓടിച്ചെന്നത്. അമ്മേ, ദാ എൻ്റെ ലാലുക്കുട്ടനെ കിട്ടി. അവളുടെ ശബ്ദം കാറ്റിനൊപ്പം ആദിത്യൻ്റെ അരികിലേക്ക് ഒഴുകിയെത്തി. ആ സ്ത്രീ തിരിഞ്ഞു നിന്ന് കുഞ്ഞിലക്ഷ്മിയെ ചേർത്ത് പിടിച്ചു. മുടിയിഴകൾ കാറ്റിൽ പാറി അവളുടെ മുഖത്തെ മറച്ചിരുന്നുവെങ്കിലും ആ രൂപം ആദിത്യനെ എവിടെയോ കണ്ടു പരിചയമുള്ളതുപോലെ. അവൻ്റെ ഹൃദയം വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി. ശ്വാസം തൊണ്ടയിൽ കുടുങ്ങുന്നത് പോലെ ഒരനുഭവം. അവൻ കണ്ണുകൾ ഇറുക്കി അടച്ചു തുടർന്നു. പാറിപ്പറക്കുന്ന മുടിയിഴകൾക്കിടയിലൂടെ ആ സ്ത്രീയുടെ മുഖം തെളിഞ്ഞു വന്ന നിമിഷം ആദിത്യൻ സ്തംഭിച്ചുപോയി. ദീപ്തി. താൻ 5 വർഷമായി അന്വേഷിച്ചു നടന്നവൾ. തൻ്റെ ക്രൂരതയുടെ പാപഭാരം ചുമന്നവൾ. തൻ്റെ രക്തത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വളർത്തിയവൾ. അവൾ ദാ തൻ്റെ തൊട്ടുമുന്നിൽ. ദീപ്തി. അവൻ്റെ നാവ് കുഴഞ്ഞു. ശബ്ദം പുറത്തേക്ക് വന്നില്ല. പക്ഷേ മനസ്സ് അലറിക്കരഞ്ഞു വിളിക്കുന്നുണ്ടായിരുന്നുവെങ്കിലും തളർന്ന കാലുകൾ അവനെ ചതിച്ചു. അവൻ വിറക്കുന്ന കൈകൾ കൊണ്ട് തൻ്റെ കാൽമുട്ടുകളിൽ പിടിച്ചു. വീഴാതിരിക്കാൻ ആഞ്ഞു പരിശ്രമിച്ചു. ഓരോ ചുവടും ഓരോ മല കയറുന്നത് പോലെ കഠിനമായി ആദിത്യന് തോന്നി. ദീപ്തി. അവൻ ആർത്തു വിളിച്ചു. പക്ഷേ കടലിരുമ്പുന്നതിനിടയിൽ ആ ശബ്ദം അവളിലേക്ക് എത്തിയില്ല. അപ്പോഴേക്കും ദീപ്തി ലക്ഷ്മിയുടെ കയ്യിൽ പിടിച്ചെഴുന്നേറ്റിരുന്നു. അവൾ കുഞ്ഞിൻ്റെ വസ്ത്രത്തിലെ മണൽ തട്ടിക്കളഞ്ഞു. കുഞ്ഞു ലക്ഷ്മിയെയും കൂട്ടി അവൾ റോഡിലേക്ക് നടന്നു. നിൽക്ക് ദീപ്തി, ഒന്ന് നിൽക്ക്. ആദിത്യൻ തൻ്റെ വേദന മറന്ന് മുന്നോട്ട് ഓടാൻ ശ്രമിച്ചു. കാലുകൾ ഇടറി അവൻ മണലിലേക്ക് വീണു. പക്ഷെ അപ്പോഴും അവൻ്റെ നോട്ടം അവരിലായിരുന്നു. താൻ ആട്ടിയകറ്റിയ തൻ്റെ മകൾ, തൻ്റെ പ്രാണൻ. അവൾ ഇതാ തനിക്ക് കയ്യെത്തും ദൂരത്ത്. ആദിത്യൻ പണിപ്പെട്ട് എഴുന്നേറ്റു. അവൻ അവൾക്ക് പിന്നാലെ ഓടി. പക്ഷെ കടൽ തീരത്തെ തിരക്കും ഇരുട്ടും അപ്പോഴേക്കും കൂടിയിരുന്നു. അവിടെ കാത്തുനിന്ന ഒരു ഓട്ടോറിക്ഷയിലേക്ക് ദീപ്തി വേഗത്തിൽ ലക്ഷ്മിയെ കയറ്റി. അവൾക്ക് പിന്നാലെ ദീപ്തിയും അകത്തേക്ക് കയറി. പുകച്ചുരുളുകൾ ഉയർത്തി ആ ഓട്ടോറിക്ഷ നഗരത്തിലെ ട്രാഫിക്കിലേക്ക് മറഞ്ഞു. ആദിത്യൻ റോഡിന് നടുവിൽ മുട്ടുകുത്തിയിരുന്നു പോയി. 5 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ദൈവം തൻ്റെ മുന്നിൽ കൊണ്ടുവച്ച നിധി തൻ്റെ തന്നെ അശ്രദ്ധ കൊണ്ട് കൈവിട്ടു പോയിരിക്കുന്നു. അവൻ ആകാശത്തേക്ക് നോക്കി പൊട്ടിക്കരഞ്ഞു. നഗരത്തിലെ തിരക്കിനും ആൾക്കൂട്ടങ്ങൾക്കുമിടയിൽ ആ പിതാവിൻ്റെ തേങ്ങൽ ആരും കേട്ടില്ല. ആദിത്യൻ തൻ്റെ ഫ്ലാറ്റിലെ ബാൽക്കണിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അസ്വസ്ഥനായി നടക്കുകയായിരുന്നു. കടൽ തീരത്തെ ആ നിമിഷങ്ങൾ അവൻ്റെ കണ്ണുകളിൽ നിന്ന് മായുന്നില്ല. തൻ്റെ മകൾ, തൻ്റെ പ്രാണൻ, അവൾ തൻ്റെ തൊട്ടടുത്ത് വന്നിരുന്നിട്ടും തിരിച്ചറിയാൻ കഴിയാതെ പോയല്ലോ എന്ന വേദന അവനെ നീറ്റിക്കൊണ്ടിരുന്നു.
വിറക്കുന്ന കൈകളോടെ അവൻ അർജുനെ വിളിച്ചു. അർജുൻ, ഞാൻ എൻ്റെ അവളെയും കണ്ടു, മകളെയും കണ്ടു, ദീപ്തിയെയും കണ്ടു. അപ്പുറത്ത് അർജുൻ ഒന്ന് ഞെട്ടി. എന്ത്? നീ എന്തായി പറയുന്നത് ആദി? ഇവിടെ വെച്ച് ആദിത്യൻ കിതപ്പോടെ കടൽ തീരത്ത് നടന്ന കാര്യങ്ങൾ വിവരിച്ചു. സംസാരത്തിനിടയിൽ അവൻ്റെ വാക്കുകൾ പലപ്പോഴും മുറിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അർജുൻ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. അർജുൻ്റെ മനസ്സ് നിറയെ ആശങ്കയായിരുന്നു. ആദി, നീ ഒന്ന് ശാന്തനാകൂ, അർജുൻ പറഞ്ഞു തുടങ്ങി. നീ അവളെ കണ്ട് എന്നത് സത്യമാണ്. പക്ഷേ നീ ഒരു കാര്യം ആലോചിച്ചിട്ടുണ്ടോ? 5 വർഷം മുമ്പ് നീ അവളെ ആട്ടിയകറ്റിയതാണ്. അന്ന് തൊട്ട് ഇന്ന് വരെ ആ പെൺകുട്ടി ഒറ്റക്കാണ് ആ കുഞ്ഞിനെ വളർത്തിയത്. ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ ലോകം ദീപ്തി മാത്രമാണ്. എനിക്കറിയാം അർജുൻ, പക്ഷെ അവൾ എൻ്റെ രക്തമാണ്. എൻ്റെ മകളെ ഇനിയും എനിക്ക് അനാഥയായി വിടാൻ കഴിയില്ല, ആദിത്യൻ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. ആദി, നീ ഇപ്പോൾ പോയി ചോദിച്ചാൽ ദീപ്തി ആ കുഞ്ഞിനെ നിനക്ക് വിട്ടുതരുമെന്ന് ഉറപ്പുണ്ടോ? പോരാത്തതിന് അവളും കുഞ്ഞും തമ്മിൽ അത്രയും വലിയൊരു അടുപ്പത്തിലായിരിക്കില്ലേ? പ്രസവിച്ച അന്നു മുതൽ ഇന്ന് വരെ ആ കുഞ്ഞിന് ദീപ്തിയല്ലേ അമ്മയും അച്ഛനുമെല്ലാം. ഇപ്പോൾ നീ ചെന്ന് ആ കുഞ്ഞിനെ വേർപ്പെടുത്താൻ ശ്രമിച്ചാൽ അത് ദീപ്തിയെയും ആ കുഞ്ഞിനെയും ഒരുപോലെ വേദനിക്കില്ലേ? ആ കുഞ്ഞിൻ്റെ മനസ്സിൽ നീ വെറുമൊരു അപരിചിതൻ മാത്രമാണ് ആദി. അർജുൻ്റെ ചോദ്യം ആദിത്യൻ്റെ ഉള്ളിൽ മുള്ളുപോലെ തറച്ചു. അവൻ ഒരു നിമിഷം നിശബ്ദനായി. ബാൽക്കണിയിലെ തൂണിൽ ചാരി നിന്ന് അവൻ ഇരുട്ടിലേക്ക് നോക്കി. അർജുൻ പറഞ്ഞത് സത്യമാണ്. ദീപ്തിക്ക് ആ കുഞ്ഞ് വെറുമൊരു സറോഗേറ്റ് ബേബി ആയിരിക്കില്ല. സ്വന്തം ഉദരത്തിൽ ചുമന്ന് വേദന സഹിച്ച് പ്രസവിച്ച് പിന്നീട് സമൂഹത്തിൻ്റെ കുത്തുവാക്കുകൾ ഏറ്റുവാങ്ങി വളർത്തിയ അവളുടെ ജീവനാണ് കുഞ്ഞുലക്ഷ്മി. നീ പറയുന്നത് ശരിയായിരിക്കാം അർജുൻ, ആദിത്യൻ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. ഞാൻ ഒരുപാട് ആലോചിച്ചു. പക്ഷെ 5 വർഷം ഞാനും അനുഭവിച്ചു അർജുൻ. മരവിച്ച് കിടന്ന ഓരോ നിമിഷവും ഞാൻ അനുഭവിച്ച സങ്കടം എനിക്ക് മാത്രമേ അറിയുകയുള്ളൂ. എൻ്റെ പിഴവുകൾക്ക് ഞാൻ വലിയ വില നൽകിക്കഴിഞ്ഞു. ഇനിയും ആർക്കു വേണ്ടിയും എന്തിനു വേണ്ടിയും പോലും എൻ്റെ മോളെ വിട്ടുകൊടുക്കാൻ എനിക്ക് സാധിക്കില്ല. അവൾ വളരേണ്ടത് അച്ഛൻ്റെ കൂടെയാണ്. അവൾക്ക് അവകാശപ്പെട്ട ജീവിതം ഞാൻ നൽകും. ആദി, നീ എടുക്കുന്നത് വലിയൊരു തീരുമാനമാണ്. അതിൻ്റെ പ്രത്യാഘാതം നീ ആലോചിക്കണം, അർജുൻ മുന്നറിയിപ്പ് കൊടുത്തു. എനിക്ക് ഒന്നും ആലോചിക്കാനില്ല അർജുൻ, എനിക്കെൻ്റെ മോളെ വേണം, ആദിത്യൻ പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു. തുടരും സൂര്യകാന്തി. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ കഥ ഒന്ന് ലൈക്ക് ചെയ്ത് വിട്ടേക്കണേ. വീഡിയോ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്ത് വിട്ടേക്കണേ. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ഇതിൻ്റെ തുടർച്ചയായി എത്ര എളുപ്പം ഞാൻ വരുന്നതാണ്. പിന്നെ ആരെങ്കിലും പ്യൂപ്പ എന്ന സ്റ്റോറി വായിച്ചു നോക്കിയിട്ടില്ലെങ്കിൽ ദയവ് ചെയ്തൊന്ന് വായിച്ചു നോക്കേണ്ടതാണ്. നിങ്ങൾക്ക് എന്തായാലും ആ സ്റ്റോറി ഇഷ്ടപ്പെടും. നിങ്ങൾ ആ സ്റ്റോറി നിരാശപ്പെടുത്തില്ല എന്ന് വിശ്വസിക്കുന്നു.